പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നേരത്തെ ഡിക്രൂസ് സാറിൻ്റെ ക്ലാസ് ഞാൻ കേട്ടു. 500 രൂപ കടം വാങ്ങാൻ കൺവെൻഷൻ പന്തലിൽ വന്നു. ദൈവം അദ്ദേഹത്തെ ഇതാ വലിയ അനുഗ്രഹത്തിലേക്ക് നയിച്ചെങ്കിൽ നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കും ഉറപ്പായിട്ട്. ആരെല്ലാം ഈ മണ്ണിൽ കാല് കുത്തിയിട്ടുണ്ടോ അവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. ഇന്ന് വലിയ രോഗശാന്തികളൊക്കെ നടക്കും ആരാധനയിൽ കേട്ടോ. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായി. ഇവിടെ ക്ലാസ് നടക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിക്കായിരുന്നു. നിങ്ങൾ ഓരോരുത്തരെയും കൊച്ചു കുട്ടികൾ പോലും വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. നല്ല ജന നിങ്ങൾ ഈ അന്യനാട്ടിൽ നമ്മുടെ നാടൊക്കെ വിട്ട് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ഒരു സംശയമില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഉള്ളിലൊക്കെ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ, വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ജീവിതത്തിൽ. ഒരുപക്ഷെ ദൈവം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തോ നിനക്കായിട്ട് തരാൻ ദൈവം വെച്ചിട്ടുണ്ട്. തരിക തന്നെ ചെയ്യും. എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കിലേക്ക് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം ഇതാ. 25 വർഷമായി ഞാൻ ദൈവവചനം പ്രസംഗിക്കുക. പല നാട്ടിലും പല ദേശത്തും, ശലോം ടി വിയിലും ഗുഡ്നസ് ടി വിയിലും അതുപോലെ നോർത്തിലൊക്കെ ഞാൻ ഹിന്ദി വചന കൺവെൻഷൻ നടത്തുന്നൊരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് ബോംബെയിലാണ് കൺവെൻഷൻ. അത് കഴിഞ്ഞ് അരുണാചൽ പ്രദേശ്, രാജസ്ഥാൻ, മിസോറാം, അവിടെയൊക്കെ ധ്യാനം. എവിടെ ചെന്നാലും എനിക്ക് ജനത്തോട് പറയാനുള്ള ഒരൊറ്റ കാര്യത, ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോളാം പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ മനസ്സലിയും. ഈശോ ഒരു പാവമാണ് കേട്ടോ. ഇവിടെ ഉണ്ടാകും കർത്താവ്. അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒന്നിക്കുന്നുണ്ടോ, അത് സ്കൂളിൻ്റെ കോമ്പൗണ്ട് ആയിക്കോട്ടെ, അത് ദേവാലയമായിക്കോട്ടെ, അത് മാർക്കറ്റായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എവിടെ ഒന്നിക്കുന്നുണ്ടോ അവിടെ കർത്താവ് വരും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നിങ്ങൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. ദൈവത്തെ അപ്പാന്ന് വിളിക്കണം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം, അതിൽ ദൈവം വേദനയോടുകൂടി പറയുന്നൊരു വചനം ഇതാണ്: എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് നമ്മൾ ദൈവത്തെ അപ്പാന്ന് വിളിക്കണം പ്രിയപ്പെട്ടവർ. നമ്മൾ മക്കളാണ്. നേരത്തെ ഡിക്രൂസ് സാറ് പറഞ്ഞില്ലേ, നമ്മൾ ഈശോയുടെ മക്കളാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അപ്പാന്ന് വിളിച്ച് സങ്കടത്തോടെ പ്രാർത്ഥിക്കണം. ഇന്ന് ആരാധനയിൽ വലിയ രോഗശാന്തി കിട്ടും. ഇന്നിവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന ആരോടെ വന്നിരിപ്പുണ്ട് കേട്ടോ. കിഡ്നി പേഷ്യൻ്റ് ഇവിടെയുണ്ട്. ഈശോൻ്റെ മനസ്സിൽ പറയുന്നു, ഇവിടെ ക്യാൻസർ രോഗി ആരോ വന്നിരിപ്പുണ്ട്. എയ്ഡ്സിനെ ഭയപ്പെടുന്ന ആരോ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവം പറഞ്ഞത് എന്നോട് പലവിധ രോഗപീഠകളുണ്ട്. ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. കടബാധിതയാൽ തകർന്നവരുണ്ട്. മക്കളെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ട്. പരീക്ഷ വരുമ്പോൾ പനി വരുന്നു, രോഗം വരുന്നു, എക്സാമിനെ ഭയപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പനും അമ്മയും സ്നേഹിച്ചില്ല, ആരുമില്ല, ജീവിത പങ്കാളി പോലും മനസ്സിലാക്കിയില്ല, ഒരു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല, അസ്വസ്ഥതയുള്ളവരോട് ഇരിപ്പുണ്ട് പ്രിയപ്പെട്ടവർ. ദൈവമെല്ലാം തരും. ഞാൻ ഓർക്കാണ്, ഞാനൊരിക്കൽ മധ്യപ്രദേശിൽ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയി. പാവങ്ങളവിടെ ഒരു ഞായറാഴ്ച ഇടവകപ്പള്ളിയിൽ പിരിയുന്ന അവരുടെ പിരിവ് 23 രൂപയൊക്കെയാണ്. ഈ ആദിവാസികൾ ഈശോയ്ക്ക് കാഴ്ച കൊടുക്കുന്ന എന്താണെന്നറിയോ? ഒരു തക്കാളി കൊണ്ടുവരും, ഒരു സബോള, 2 വെളുത്തുള്ളി, ഒരു കൂറ പഴംതുണിയിൽ പൊതിഞ്ഞ കുറച്ച് അരി. ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ ദൈവത്തിനായിട്ട് അവർ കാഴ്ച വയ്ക്കുക, പള്ളിയിലേക്ക് കൊണ്ടുവരിക. പാവങ്ങളവർ. അവിടെ അവിടെ കാണ്ഡവ എന്ന രൂപതയിൽ ഒരു ഇടവകയിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്നു. കുറേ ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാം ആദിവാസികളാണ്. സിസ്റ്റേഴ്സിനെയും വൈദികരൊക്കെ മാത്രമേ ഞാനവിടെ മലയാളികളായിട്ട് കണ്ടുള്ളൂ പ്രിയപ്പെട്ടവരെ. എല്ലാം ആദിവാസി സഹോദരങ്ങൾ. അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ കുറേ കുട്ടികളിരിപ്പുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 കൈയും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു.
सब लोग खड़े होकर दोनों हाथ उठा के ईश्वर की സ്തുതി करो എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും എഴുന്നേറ്റ് രണ്ട് കൈയും ഉയർത്തി ഈശ്വർക്ക് സ്തുതി, ഈശ്വർക്ക് ധന്യവാദ്, പ്രഭുക്ക് ആരാധന എന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്തുതിക്കാം. ഞാനപ്പോൾ നോക്കിയപ്പോൾ ഒരു ആൺകുട്ടി, ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ആൺകുട്ടി, ഒരു 5-8 വയസ്സ് 9 വയസ്സ് പ്രായം ഉണ്ടാവും. എല്ലാവരും യേശുക്ക് സ്തുതി, യേശുക്കോ ധന്യവാദ് എന്ന് കൈ ഉയർത്തി സ്തുതിക്കുമ്പോൾ അവൻ മാത്രം 2 കൈയും പാൻറ്റിൻ്റെ സിബിൻ്റെ അവിടെ ഇങ്ങനെ പൊത്തി പിടിച്ചിരിക്കുക. എന്നിട്ട് അവൻ യേശുക്ക് സ്തുതി, യേശുക്കോ ധന്യവാദ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവനെന്താ ഇങ്ങനെ, ദോനോ ഹാത്ത് ഉട്ടാവെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മനസ്സോടെ ഒരു കൈ പൊത്തി പിടിച്ചു പാൻറ്റിൻ്റെ സിബിൻ്റെ അവിടെ, മറ്റേ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചു, ഒരു കൈ ഇങ്ങനെ താഴ്ത്തി പിടിച്ചു. 2 കൈ ഉയർത്താൻ പറഞ്ഞു അവനെ തന്നെ നോക്കിയിട്ട്. അപ്പോഴാണ് അവൻ 2 കൈ ഇങ്ങനെ ഉയർത്തി. എന്നിട്ട് അവൻ ആ അൾത്താരയിലുള്ള ഈശോയുടെ നേരെ നോക്കും, അവൻ്റെ പാൻറ്റിൻ്റെ സിബിൻ്റെ അവിടേക്ക് നോക്കും. ഞാൻ അപ്പോഴവൻ എന്തുകൊണ്ടാണ് കൈ പൊത്തിപ്പിടിച്ചെന്ന് നോക്കിയേ. അവൻ ആ കൈ പൊത്തിപ്പിടിച്ച് എന്തുകൊണ്ടാണെന്നറിയോ പ്രിയ മക്കളെ, അവൻ്റെ ആ പാൻറ്റിൻ്റെ സിബില്ലേ, ആ സിബിടുന്ന ആ ഒരു സിബടക്കം ഒരു തുണി കഷ്ണം കീറിപ്പോയിരിക്കുക. അണ്ടർവെയർ ഒന്നുമില്ല അവൻ്റെ നഗ്നത മുഴുവൻ പുറത്താണ് പ്രിയപ്പെട്ടവരെ. എല്ലാവരും യേശുക്ക് സ്തുതി, യേശുക്കോ ധന്യവാദ് എന്ന് പറയുമ്പോൾ അവൻ മാത്രം 2 കൈയും ഉയർത്തി ആ കർത്താവിൻ്റെ നേരെ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് അവൻ പറയുന്ന പ്രാർത്ഥന ഞാൻ കേട്ടു. പ്രഭോ मेरा पैंट फट गया प्रभु, आप देखो मेरा पैंट का क्या हाल है, मुझे एक पैंट देना प्रभु, मुझे एक पैंट देना, യേശു പപ്പ मुझे एक पैंट दो, യേശു പപ്പ मुझे एक पैंट दो എന്നും പറഞ്ഞിട്ട് അവൻ വാവിട്ട് കറിയ. സ്നേഹമുള്ളവർ, എനിക്ക് സങ്കടം തോന്നി, എനിക്കൊത്തിരി വിഷമമായി. 25 വർഷമായി ഞാൻ വചനം പ്രസംഗിക്കുക. ഞാൻ വേദിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞത് അന്നാ പ്രിയപ്പെട്ടവർ. പ്രഭോ മേരാ പാൻറ്റ് കാ ഹാൽ ദേക്കോ, മുझे एक पैंट देना പ്രഭോ. ഞാൻ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല അവിടെ നിൽക്കാൻ. ഞാൻ സങ്കീർത്തിയിൽ പോയി സങ്കീർത്തിയിലുള്ള കുരിശ് രൂപത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ ഓർത്തു പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന മധ്യവയസ്കരും ഇവിടെ ഇരിക്കുന്ന പ്രായമായവരൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെയും ജീവിതത്തിൽ പണ്ടൊരു കാലമുണ്ടായിരുന്നു സ്നേഹമുള്ളവരെ, ഉടുക്കാൻ തുണി പോലും ഇല്ലാതിരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുന്ന മക്കളോട് ഞാൻ പറയുക, അപ്പനോട് അമ്മോടും അപ്പാപ്പനോടും അമ്മാമ്മയോടൊക്കെ ചോദിച്ചു നോക്ക് പണ്ടത്തെ കാലം. പണ്ട് കാലത്ത് ട്രൗസറിൻ്റെ ബാക്കിൽ കീറിക്കഴിഞ്ഞാൽ ഒരു തുണിക്കഷ്ണം വെച്ച് പിടിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സ്നേഹമുള്ളവർ. അത് ഓർമ്മയുള്ള സഹോദരങ്ങളൊന്ന് കൈപൊക്കിക്ക്, കൈവീശി കാണിച്ച്, കുട്ടികളെ പിന്നിലേക്കും തിരിഞ്ഞു നോക്കിയേ, കൈവീശിക്ക്. യെസ്, കൈത്താത്ത. ഞാൻ ഓർത്തുപോയി എൻ്റെ കുട്ടിക്കാലം. എൻ്റെ ഒരു കറുപ്പ് ട്രൗസറിൻ്റെ ബാക്കിൽ കയറിയപ്പോൾ ഞാൻ ടൈലറുടെ അടുത്ത് കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ പിന്നിലൊരു തുണി വെച്ച് തയ്ച്ച് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ടൈലർ പറഞ്ഞു, മോനെ കറുപ്പ് തുണി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ ഡാർക്ക് ബ്ലൂവാ, അങ്ങനെ ഡാർക്ക് കളർ എന്തെങ്കിലും? ഒന്നുമില്ല. പിന്നെ എന്താ ഉള്ളത് മാധവേട്ടാ? ഒരു വെള്ളത്തുണി ഉണ്ടെന്ന് പറഞ്ഞു ട്രൗസറിൻ്റെ. അന്ന് അത് വെച്ച് പിടിപ്പിച്ചോളാൻ പറഞ്ഞു. കറുപ്പ് ട്രൗസറിൽ വെള്ളത്തുണിയും വെച്ച് സ്കൂളിലേക്ക് പോയ കാലമൊക്കെ ഞാൻ ഓർത്തു പ്രിയ മക്കളെ. ഇവിടെ ഇരിക്കുന്ന മക്കളോട് ഞാൻ പറയുക, അപ്പനെ അമ്മേനെ ഒന്നും ഒരിക്കലും വേദനിപ്പിക്കരുത് കേട്ടോ. കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പാവങ്ങൾ. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ, ഈ മണിക്കൂറിൽ നിങ്ങളുടെ ഇന്നലകളിലെ വേദനയൊക്കെ ദൈവം മാറ്റണം പ്രിയപ്പെട്ടവരെ. സങ്കടമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ദുഃഖത്തിൻ്റെയൊക്കെ മുറിവുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കുഞ്ഞുങ്ങൾ ഒരിക്കലും അപ്പനെ അമ്മേനെ വേദനിപ്പിക്കരുത് കേട്ടോ. ഞാൻ കൈകൂപ്പി പറയാം, അതൊക്കെ വലിയ ശാപങ്ങളാണ് സ്നേഹമുള്ളവർ. ഇന്ന് നല്ല സ്കൂളിൽ പോകുന്നുണ്ട്, നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല ഡ്രസ്സ് ഇട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ചോര നീരാക്കി അപ്പനമ്മയ്ക്കുണ്ട്. വേദനിപ്പിക്കരുത് കേട്ടോ ജീവിതത്തിൽ ഒരിക്കലും. ഞാൻ ഓർത്തു എൻ്റെ പഴയ കാലം. ഞാൻ ആ സങ്കീർത്തിയിൽ ചെന്ന് കുരിശ് രൂപം കെട്ടിപ്പിടിച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, മോനെ നീ ആ കുട്ടിക്കൊരു ഷർട്ടും പാൻറ്റും വാങ്ങിക്കൊടുക്കണമെന്ന്. ഞാൻ തിരിച്ചു വന്നു. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, തുമാരാ മാതാപിതാ കോയി ഹേ ഇധർ, പപ്പയോ മമ്മിയോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച് എന്താ ചെയ്യുക ദൈവമേ. പാട്ട് പാടുന്നൊരു സഹോദരൻ ഉണ്ട് അവിടെ, അവനെ ഞാൻ വിളിച്ചു. അവിടുത്തെ ആ നാട്ടുകാരനാണ്. മോനെ ഇവിടെ അടുത്ത് വല്ല തുണിക്കടയുണ്ടോടാ? അവൻ പറഞ്ഞു 30 കിലോമീറ്റർ പോകണം ബ്രദറെ, വണ്ടി പിടിച്ച് പോകണം, ഒത്തിരി ദൂരെയാണ്. എത്ര കിലോമീറ്റർ ആയിക്കോട്ടെ, നീ വേഗം പോയിട്ട് ആ കുട്ടിയുടെ അളവിൽ ഒരു പാൻറ്റും ഷർട്ടും വാങ്ങിക്കൊണ്ടുവാ, നീ വണ്ടി പിടിച്ച് പോയിക്കോ എന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ വെച്ച്
ഞാൻ ആ പാട്ടുകാരന് പൈസ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു. അവൻ ഓടിപ്പോയി. ആ കുട്ടി ഇതൊക്കെ കണ്ടിരിക്കുക, എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. അവൻ തന്നെ എഴുന്നേറ്റു, 2 കൈയും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചു. എന്നിട്ട് അവൻ മാത്രം കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ വാക്ക് ഞാനിപ്പോൾ ഓർക്ക ഈ വേദിയിൽ. യേശു പപ്പാ, ബഹുത് ധന്യവാദ് തുझे, തൂനെ മേരാ പ്രാർത്ഥന സുൻ ലിയ. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ, യേശു പപ്പാ തുझे ധന്യവാദ്, തൂനെ മേരാ പ്രാർത്ഥന സുൻ ലിയ. അവൻ കരയുന്നുണ്ടായിരുന്നു. സ്നേഹമുള്ളവർ, സന്തോഷം അധികമായാലും കണ്ണ് നിറയൂട്ടോ. ഇവിടെ പലവിധ വേദനകളുമായിട്ട് വന്നിരിപ്പുണ്ട് ദൈവമക്കള്. ആരുടെയും സ്നേഹം കിട്ടാത്ത വേദനിച്ച് കുഞ്ഞുനാൾ തൊട്ട് അമ്മ സ്നേഹിച്ചില്ല, അപ്പൻ സ്നേഹിച്ചില്ല, ജീവിത പങ്കാളി സ്നേഹിച്ചില്ല, മക്കൾ പോലും എന്നെ കൈവിട്ടല്ലോ എന്നും പറഞ്ഞ് വേദനിക്കുന്നവരോട് ഇരിപ്പുണ്ട്. കരയണം ദൈവത്തിൻ്റെ മുമ്പിൽ. ഈശോ ഇവിടെ ഉണ്ട്. ഒതുക്കി വെച്ച ദുഃഖം നമ്മളെ രോഗികളാക്കി മാറ്റും. ഇവിടെ നടുവേദനക്കാരിരിപ്പുണ്ട്, തലവേദനക്കാരിരിപ്പുണ്ട്, മൈഗ്രെയിൻ തലവേദനയുള്ളവരോട് ഇരിപ്പുണ്ട്, മുട്ടുകുത്താൻ പോലും പ്രയാസമുള്ളവർ ഇരിപ്പുണ്ട്, കൈ ഉയർത്തുമ്പോൾ വേദനയുള്ളവർ, മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നവരോട് ഇരിപ്പുണ്ട്. ഈ പ്ലാസ്റ്റിക് പുഞ്ചിരിയോ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷം അഭിനയിച്ച് കാണിക്കലോ ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ മുമ്പിൽ പറയണം, എനിക്ക് ആരുമില്ല കർത്താവേ, ഞാൻ ഒറ്റയാണ്, നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ദൈവം സഹായിക്കും. പഠിക്കുന്ന കുട്ടികളൊന്ന് കൈപൊക്കിക്കുക, കൈവീശി കാണിച്ച്. മക്കളെ, നിങ്ങൾ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നിങ്ങളെ നോക്കിയിരിക്കുന്ന ഒരു അപ്പനും അമ്മയുണ്ട്, അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വളർന്ന് വലുതായി തിരിച്ച് അവർക്ക് സ്നേഹം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മക്കളെ, നേഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കൈപൊക്കിക്കുക. എനിക്ക് തോന്നി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കേട്ടോ. കരയണം ദൈവമക്കളെ ദൈവത്തിൻ്റെ മുമ്പിൽ. മനുഷ്യൻ്റെ മുമ്പിൽ ഒന്നും കരഞ്ഞേക്കരുത് കേട്ടോ. മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ കൈനീട്ടാൻ പാടൂ. ഡിക്രൂസ് സാർ 500 രൂപ കടം വാങ്ങാൻ വന്നത് മനുഷ്യനിൽ നിന്നാണെങ്കിൽ ദൈവം അങ്ങേർക്ക് എന്തുമാത്രം അനുഗ്രഹം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലാണ് കരം നീട്ടേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിലാണ് കരയേണ്ടത്. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ആരും നാണിച്ച് നിൽക്കരുത്, ആരും അവിടെ ഇവിടെ ഒന്നും നോക്കരുത്. ഞാനും എൻ്റെ ഈശോയും മാത്രം. എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എന്നെ അനുഗ്രഹിക്കും. 25 വർഷമായി ഞാൻ കാണാൻ പ്രിയപ്പെട്ടവരെ. ഗാഗുൽത്ത ടീം വന്നിരിക്കുക നിങ്ങളുടെ മുമ്പിലേക്ക്. 10,000 അവിടെ ഒരു വെള്ളിയാഴ്ച ദിവസം വരുന്നത്. അവിടെ താമസിച്ച് ധ്യാനിക്കാൻ 600, 700, 800, 900 പേരാ വരുന്നത് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും. വലിയ രോഗശാന്തികൾ നടക്കുക പ്രിയപ്പെട്ടവരെ. ഇവിടെയും നടക്കും വിടുതൽ, ഇവിടെയും നടക്കും അനുഗ്രഹം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആ പുസ്തകമൊക്കെ ഒന്ന് കസേരയിൽ വെച്ച് എല്ലാവരും കണ്ണടച്ച് 2 കൈകളും നെഞ്ചോട് ചേർത്ത് വയ്ക്കട്ടെ. എല്ലാവരും കണ്ണുകളടയ്ക്കുക. പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കണ്ണടയ്ക്കട്ടെ. നിങ്ങളുടെ പപ്പേനെ മമ്മീനെ ഓർത്ത് ദൈവജനമേ, ഈ പന്തലിലായിരിക്കുന്ന ഓരോ ദൈവമക്കളും അപ്പനെയും അമ്മേനെയും ഓർക്കുക. ഒരുപക്ഷെ മരിച്ചുപോയി, ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ട്, നാട്ടിലുണ്ട്, കൂടെയുണ്ട്, എവിടെയെങ്കിലും ആകട്ടെ ദൈവമക്കളെ. അവരെ ഓർത്ത് നന്ദി പറഞ്ഞ ഈശോയ്ക്ക്. അപ്പനെ ഓർത്ത് അമ്മയെ ഓർത്ത് നന്ദി പറഞ്ഞ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാം പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ ഈശോയുടെ മണവാട്ടിയല്ലേ നീ? വീടും നാടുമൊക്കെ ത്യജിച്ച് വിവാഹം വേണ്ട, ദാമ്പത്യം വേണ്ട, കുടുംബം വേണ്ട, എല്ലാം ഇട്ടെറിഞ്ഞ് ഈശോയുടെ മണവാട്ടികളായി തീർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുദാസിമാരെ പ്രാർത്ഥിക്കട്ടെ. ഈ സമയം ഈ പന്തലിനകത്തും പുറത്തും ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കട്ടെ. എന്നെ നീ അനുഗ്രഹിക്കുക യേശുവേ, എന്നെ നീ സഹായിക്കുക ദൈവമേ. ആ കൊച്ചുകുട്ടി പറഞ്ഞ പോലെ, പ്രഭോ തു ദേക്കോ മേരെ ക്യാ ഹാല്, നീ ഒന്ന് നോക്കിക്കേ എൻ്റെ അവസ്ഥ എന്താണെന്ന്, നീ ഒന്ന് നോക്കിക്കേ എൻ്റെ അവസ്ഥ എന്താണെന്ന്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. കരച്ചിൽ വരുന്നവർ കരഞ്ഞ് പ്രാർത്ഥിച്ചോ, നാണിക്കണ്ട. അവരവരും കാണുമെന്നൊന്നും ചിന്തിക്കണ്ട. രോഗിയാണോ നീ? എല്ലാം തകർന്നിട്ടുണ്ടോ? മക്കളില്ലേ നിനക്ക്? മക്കളെക്കുറിച്ച് വേദനിക്കുന്നുണ്ടോ? ജീവിത പങ്കാളി നിന്നെ സംശയിച്ചോ? ആരും നിന്നെ സ്നേഹിച്ചില്ലേ? അപ്പൻ നിന്നെ വെറുത്തോ? അമ്മ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടോ? എല്ലാം ഈശോയ്ക്ക് കൊടുക്ക്. മക്കൾ പോലും എന്നെ കൈവിട്ടു ദൈവമേ, എൻ്റെ മനസ്സിൻ്റെ മുറിവ് കാണണേ, എൻ്റെ കണ്ണീര് നീ ഇപ്പോൾ കാണണേ. ഈശോയെ, നീ ഇവിടെ ഉണ്ടല്ലോ, നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കുക, നീ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. എനിക്ക് ആരുമില്ല ദൈവമേ,
ഞാൻ ഇന്ന് രോഗിയാണ്, ഇന്ന് ഞാൻ പ്രായമായി, എന്നെ അനുഗ്രഹിക്കുക യേശുവേ. സങ്കടത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. കരച്ചിൽ വരുന്നവർ കരഞ്ഞ് പ്രാർത്ഥിച്ചോ, നാണിക്കണ്ട. പ്രിയരെല്ലാം എന്നെ വെറുത്തു, സഹജാതരങ്ങോ മറഞ്ഞു. ആരും കണ്ണീര് തുടയ്ക്കരുത്. ഈശോ കാണട്ടെ നിന്റെ കണ്ണുനീര്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. പ്രിയരെല്ലാം എന്നെ വെറുത്തു, എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല ദൈവമേ. സഹജാതരങ്ങോ മറഞ്ഞു. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. മാതാപിതാക്കളും കൈവിടിഞ്ഞു. ഒതുക്കി വെച്ച ദുഃഖം ഒഴുകി പോകട്ടെ മക്കളെ. ഈശോയെ നീ തൊടും. ബാത്റൂമിലിരുന്ന് കരയുന്ന ഏതോ കുഞ്ഞിവിടെ ഇരിപ്പുണ്ട്. ഈശോയുടെ മുമ്പിൽ ഒഴുകട്ടെ. മാതാപിതാക്കളും കൈവിടിഞ്ഞു. പരീക്ഷ പേടിയുള്ള മക്കളെ നീ തൊടു യേശുവേ. ഈശോയെ നീ തൊടുമോ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുക. മാത്രമേ യേശുവേ. കണ്ണുകൾ അടച്ച് വിളിക്കുക യേശുവിനെ. എനിക്ക് ആരുമില്ല എന്ന് പറയും. കരഞ്ഞ് വിളിക്കുക. ഓട്ടമെങ്കിലും യേശുവേ. രോഗികളായ മക്കളെ നീ ഒന്ന് തൊടു യേശുവേ. ഒരു വേള മാത്രമേ യേശുവേ. എല്ലാ സങ്കടം മാറട്ടെ മക്കളെ. ഒരു കൃപ നിറയട്ടെ. നടുവേദനയുള്ളവർ പ്രാർത്ഥിച്ചോ, സൗഖ്യം നിറയട്ടെ. നിന്റെ ദുഃഖം മാറട്ടെ, നിന്റെ കണ്ണീര് മാറട്ടെ. ജീവനിൽ ജോലിയില്ലാത്ത മക്കളെ കരഞ്ഞ് വിളിക്കുക യേശുവിനെ. അപ്പനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ടു, അവരെ തിരിച്ച് സ്നേഹിക്കണം എനിക്ക് യേശുവേ. കൃപ ചൊരിയണേ. കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. രണ്ട് കരം ഉയർത്തി യേശുവിനെ വിളിച്ച് കരഞ്ഞ് വിളിക്ക്. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശക്തിപ്പെടുത്ത് നിന്റെ മക്കളെ. അഭിഷേകം ചെയ്ത ദൈവമേ, രോഗപീഠകൾ മാറട്ടെ. തിരിച്ചോര കൊണ്ട് കഴുകണേ. വിളിച്ച് കരയി ദൈവത്തെ. ഉറക്കെ വിളിച്ച് കരയി യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിച്ച്, ഒന്ന് സ്വരമുയർത്തിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മക്കളെ നീ അനുഗ്രഹിക്ക്. വേദനിച്ച് വന്നിട്ടുണ്ട്, കുടുംബത്തില് സമാധാനം ഇല്ലാത്തവർ വന്നിട്ടുണ്ട്, ഒരു വീടില്ലാതെ വേദനിക്കുന്നവർ വന്നിട്ടുണ്ട്, അപ്പനും അമ്മയും സ്നേഹിച്ചില്ല എന്നും പറഞ്ഞ് കരയുന്നവരുണ്ട്. കൃപ ചൊരി ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. കൈകൾ കൂപ്പി നിന്ന് ആരും കണ്ണു തുടയ്ക്കണ്ട. നിന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ സൂക്ഷിക്കട്ടെ ദൈവം. ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കും മക്കളെ. ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുക. നല്ലൊരു കുംഭസാരത്തിന് വേണ്ടി എന്നെ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ബ്ലീഡിംഗ് ഉള്ള മകൾ പ്രാർത്ഥിച്ചോ. ഇന്ന് ആരാധനയുടെ സമയത്ത് നിനക്ക് സൗഖ്യം തരും നിന്റെ ദൈവം. ഗർഭപാത്രത്തിൽ മുളയുള്ള പൊന്നുമോൾ പ്രാർത്ഥിച്ചോ. ഇടയ്ക്കിടയ്ക്ക് തലചുറ്റൽ അനുഭവപ്പെടുന്ന മക്കൾ പ്രാർത്ഥിച്ചോ. അവിടെ നിന്ന് എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ. നിന്റെ കടബാധ്യത മാറട്ടെ. ഉള്ളൊരുക്കി ദൈവത്തോട് പറയും, എന്താ വേണ്ട എൻ്റെ മോന്, എൻ്റെ മോൾക്ക് എന്താ വേണ്ട ചോദിച്ച് നിറകണ്ണുകളോടെ ചോദിക്ക്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച ദൈവത്തോട്. ആ കൊച്ചു കുഞ്ഞ് പ്രാർത്ഥിച്ച പോലെ, യേശു പപ്പ, യേശു പപ്പ, തൂ ദേഖോ മേരെ ക്യാ ഹാല്. ചോദിക്കും മക്കളെ. സിസ്റ്റേഴ്സ് ഉള്ളൊരുക്കി പ്രാർത്ഥിക്ക്. യേശുവിനെ കെട്ടിപ്പിടിക്ക്. നിന്റെ മണവാളൻ നിന്റെ കൂടെയില്ലേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. മാതാപിതാക്കളായിട്ടുള്ളവർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കുക. എൻ്റെ കുഞ്ഞ് വഴിതെറ്റിപ്പോകരുത് ദൈവമേ, എൻ്റെ കുഞ്ഞ് നശിക്കരുത്. ഞാനിതാ വിശുദ്ധിയോടെ നിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് വലതുകരം മാത്രം നീട്ടിപ്പിടിക്കട്ടെ സ്റ്റേജിലേക്ക്. പരിശുദ്ധ അമ്മേനെ മനസ്സിലോർക്ക്. എല്ലാവരും കണ്ണടയ്ക്കുക. മാതാവിനെ മനസ്സിലോർക്ക്. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറില്ലേ നീ? നേരത്തെ ബെന്നച്ചൻ പറഞ്ഞപ്പോൾ എത്രയോ പേര് കൈപൊക്കി ഞാൻ 10 കൊന്തയെങ്കിലും ചെല്ലാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ എന്ത് ചോദിച്ചാൽ ഈശോ തരും. മാതാവിനെ കൂട്ടുപിടിച്ച മക്കളെ, അപ്പനെ അമ്മേനെയൊക്കെ ഓർത്ത്, നിൻ്റെ നാട്ടിലുള്ള വീടോർത്ത്. കുറേ പട്ടിണി കിടന്നില്ലേ നീ? പണ്ട് കുറേ കഷ്ടപ്പെട്ടില്ലേ? എപ്പോഴും ടെൻഷനല്ലേ നിനക്ക്? സ്നേഹിക്കാൻ ആരുമില്ലല്ലോ നിനക്ക്? നീ എപ്പോഴും പറയാറില്ലേ ഞാൻ ഒറ്റയാണെന്ന്?
എല്ലാവരും ഉണ്ടായിട്ടും ഞാൻ ഒറ്റയാന്ന് പറയാറില്ലേ നീ? പരിശുദ്ധ അമ്മയോട് പറയ്, അമ്മേ എനിക്ക് മാതൃസ്നേഹം തരണേ, അമ്മേ നിൻ്റെ മോനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. കയ്യിലിരിക്കുന്ന ജപമാല ഉയർത്തിപ്പിടിച്ച് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കട്ടെ. എന്ത് നല്ല അമ്മയാ! നിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോട് ഇതാ എനിക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുക. കണ്ണടച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. കൈകൾ നീട്ടിപ്പിടിച്ചോ യാചനാ പോലെ. അമ്മേ കൃപ ചൊരിയ്. ജോലി നഷ്ടപ്പെട്ട മകനെ ഒന്ന് അനുഗ്രഹിക്ക്. തെറ്റായ സ്നേഹത്തിൽ പെട്ടിട്ടുള്ള മക്കൾക്ക് വിടുതൽ കൊടുക്ക്. അശുദ്ധമായ അവസ്ഥയിലുള്ളവർക്ക് വിടുതൽ കൊടുക്കമ്മേ. എനിക്കും ഈശോയ്ക്കും ഒരേയൊരമ്മ, എന്തു നല്ലമ്മ എന്നുടെയമ്മ. എനിക്കും ഈശോയ്ക്കും ഒരേ. രണ്ട് കരമുയർത്തി നിങ്ങളുടെ എല്ലാ യാചനകളും സമർപ്പിച്ച് എന്തു നല്ലമ്മ പൊട്ടിക്കരഞ്ഞ് പറയുക, എന്റെ അമ്മയത്. അമ്മേ നീ വരണേ ഇങ്ങോട്ട്. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ചേർന്ന് പാടിക്ക്, ചേർന്ന് പാടിക്ക്. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേയൊരമ്മ. എല്ലാവരും സ്വരമുയർത്തി. എനിക്കും എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പ്രൈസ് ദി ലോർഡ്. 5-6 പേർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞ് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് അതൊരു പ്രവചനമായിട്ട് മാറട്ടെ. കൈ കൊടുത്ത് ഇടതും വലതും മുമ്പിലും മുന്നിലൊക്കെ നിൽക്കുന്നവർക്ക് കൈ കൊടുത്ത് കണ്ണിലേക്ക് നോക്കിയിട്ട് പറയും വിഷമിക്കണ്ടെന്ന്. കണ്ണീരൊക്കെ ഒന്ന് തുടക്കി ഇരിക്കുക. എല്ലാവരും ഇരിക്കുക. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും കണ്ണൊക്കെ തുടച്ചിരുന്ന്. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ പലരുടെയും കണ്ണീര് കണ്ടു. ഈ പാപിയായ എൻ്റെ മനസ്സലിഞ്ഞു പ്രിയപ്പെട്ടവർ. പാവങ്ങളാണ് നിങ്ങൾ. നാടും വീടൊക്കെ വിട്ട് അന്യനാട്ടിൽ വന്നിരിക്കുക നിങ്ങൾ. ഈ പാപിയായ എൻ്റെ മനസ്സലിഞ്ഞെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവൻ, നിങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ, അവൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടാകും പ്രിയപ്പെട്ടവരെ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ കൈപൊക്കിക്ക്. ക്ലാരിറ്റി ഉണ്ടോ? ബാക്കിലിരിക്കുന്നവർക്ക് കേൾക്കാനുണ്ടെങ്കിൽ കൈപൊക്കിക്ക്. കൈവീശി കാണിച്ച് കേൾക്കാനുണ്ടെങ്കിൽ ആ കൈ കെട്ടിയിരിക്കുന്ന സഹോദരന് കേൾക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. യെസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് സണ്ണി കാട്ടൂക്കാരൻ എന്ന് പറയും. സണ്ണി കാട്ടൂക്കാരൻ. തൃശ്ശൂർ എൻ്റെ വീട്. വിയ്യൂരടുത്ത് പാടൂക്കാട് എന്ന സ്ഥലത്താണ്. നല്ല ജനാണ് നിങ്ങൾ. ഇന്ന് മുടക്ക് ദിവസമൊന്നുമല്ല പലർക്കും, എങ്കിലും ലീവൊക്കെ എടുത്ത് ദൈവവചനം കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ ഞാൻ പ്രത്യേകം റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് നിങ്ങളെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഈ കഷ്ടപ്പാടും ഈ വേദനയൊക്കെ എന്തിനാണ് ദൈവം അനുവദിക്കുന്നത്? ഇതുപോലെ കുത്തിയിരിക്കാൻ വേണ്ടിയിട്ട്. ആദിമ സഭ മുതൽ ഇന്ന് വരെ ദൈവം അനുവർത്തിച്ചു പോകുന്നൊരു വഴിയാണ് പ്രിയജനമേ, താൻ സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം കൊടുക്കുക എന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സങ്കടത്തെ ഓർത്ത് നിങ്ങളാരും നിരാശപ്പെട്ടിരിക്കരുത്. ഇതൊക്കെ മാറും. ഈ കഷ്ടപ്പാടൊക്കെ മാറും പ്രിയപ്പെട്ടവരെ. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? തൻ്റെ ഒപ്പമുണ്ടായിരുന്ന തൻ്റെ പൊന്നുമോനെ യേശുവിനെ നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി ബലി കഴിച്ചു. സ്നേഹമുള്ളവർ, യേശുവിൽ വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥരായ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ സംഗതി ഇതാ: ശാപമോക്ഷം കിട്ടിയവരാ പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുവിൽ ആര് വിശ്വസിക്കുന്നുണ്ടോ അവനും അവൻ്റെ കുടുംബവും ശാപമോക്ഷം കിട്ടിയവരാ. യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് കൈപൊക്കിക്ക്, ഒന്ന് കൈയടിച്ച് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നല്ല സ്വരത്തിൽ പറഞ്ഞ്. പോരല്ലോ, ഇത്ര പോരല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായം 32-ാമത്തെ തിരുവചനം: സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ
നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ആ പുത്രനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? സ്വന്തം മകനെപ്പോലും ഒഴിവാക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ ദൈവപിതാവ് ആ യേശുവിനോടുകൂടെ എല്ലാം ദാനമായി തരും. പ്രിയപ്പെട്ടവരെ, എല്ലാം തരും നിങ്ങൾക്ക്. ഇവിടെ ഇരുന്ന് പറയണം ദൈവത്തോട് എന്താ വേണ്ടതെന്ന്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹമുള്ളവർ, ഞാൻ ഓർക്കാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ പന്ത് കളിക്കാൻ പോകും. തുണിപ്പന്ത്, ഈ തുണിയുടെ റിബൺ കൊണ്ടിങ്ങനെ കെട്ടി ഉണ്ടാക്കിയ പന്ത് കണ്ടിട്ടുള്ളവരുന്ന് കൈപ്പൊക്കിക്കുക. പഴയ കാലത്തിലേക്കൊന്ന് മനസ്സിന് കൊണ്ടോട്ടെ, കുട്ടികളും കണ്ടിട്ടുണ്ട് അല്ലേ? യെസ്, തുണിപ്പന്ത് കളിക്കാൻ പോകും ഞാൻ. അപ്പോൾ അന്നും പിള്ളേരുടെ ഇടയിൽ വെച്ച് ഞാൻ നല്ല ഹൈറ്റാണ്. ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പന്ത് ഇങ്ങോട്ട് അടിച്ച് വരിക. അപ്പം ഞാൻ തിരിച്ചടിക്കാൻ അങ്ങോട്ട് ഓടിച്ചില്ല. വേറൊരുത്തൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഞാൻ പന്തയിൽ പിടിച്ചടിച്ചു. പക്ഷെ പന്തിലല്ല കൊണ്ട് മുമ്പിൽ നിൽക്കുന്നവൻ്റെ കാലിലാണ്. അവൻ്റെ കാലിൽ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് തടിച്ചു. പ്രിയപ്പെട്ടവരെ, കുട്ടിക്കാലല്ലേ. അവൻ എന്നും പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിലേക്ക് ഒരു ഓട്ടം കൊടുത്തു. ഞാൻ പേടിച്ച് എൻ്റെ വീട്ടിലേക്കും ഓടി. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവൻ്റെ അമ്മ അവനെയും കൊണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ കംപ്ലൈൻറ്റ് തരാനായിട്ട്. അപ്പം എൻ്റെ അപ്പൻ ഉമ്മറത്തിരിപ്പുണ്ട്. 24 മണിക്കൂറും കള്ളു കുടിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പൻ. പാവമായിരുന്നു കേട്ടോ, നല്ല മനുഷ്യനായിരുന്നു. മദ്യമാണ് നശിപ്പിച്ച്. അപ്പോൾ അപ്പൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് ഉമ്മറത്ത്. ഞാൻ വേഗം ഓടിച്ചെന്ന് എൻ്റെ വീട്ടിൽ അടുക്കളയിൽ ഒരു മരത്തിൻ്റെ പെട്ടിയുണ്ട്. പണ്ട് ചില വീടുകളിലൊക്കെ മരത്തിൻ്റെ പെട്ടി ഉണ്ടാവാറില്ലേ? എൻ്റെ ദൈവമേ, ചേച്ചിമാർ ഇരിപ്പം അങ്ങോട്ട് കണ്ട മരപ്പട്ടീനെ കണ്ടോന്ന് ചോദിച്ചാൽ മരപ്പെട്ടി ഓർമ്മയില്ലേ? ചില വീടുകളിൽ ഓർമ്മയിൽ വരുന്ന കൈപ്പൊക്കിക്കാൻ പത്തായം പോലെയൊക്കെ. യെസ്. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പെട്ടിയുണ്ട് അടുക്കളയിൽ. ഞാൻ ആ പെട്ടിയുടെ മറയിൽ ചെന്ന് ഒളിച്ചിരിക്കുക. അപ്പോൾ അപ്പൻ ചോദിച്ചു, എന്താടാ നീ തീ പിടിച്ചോണോ ഓടണേന്ന് ചോദിച്ചു. അപ്പം കുടിച്ചിട്ടാണോ ഇരിക്കുന്നത് കുടിക്കാണ്ടാണ് ഇരിക്കുന്ന ഒരു പിടിയില്ല. ഒന്നുമില്ല അപ്പം എന്നും പറഞ്ഞ് ഞാൻ ഓടി അവിടെ ചെന്ന് ഒളിച്ചിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അമ്മ അവനെയും കൊണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ, പുറഞ്ചേട്ടോ നിങ്ങളുടെ മോൻ എൻ്റെ മോൻ്റെ കാലിൽ അടിച്ചിട്ട് ചെറുനാരങ്ങയുടെ വലുപ്പമായി എന്നും പറഞ്ഞു കാല്. അത് വെറുതെ പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തടിച്ചിട്ടുണ്ട്. ഉടനെ എൻ്റെ അപ്പൻ സണ്ണിയെന്നും വിളിച്ചൊരു വരവ് വന്നു. പ്രിയപ്പെട്ടവരെ, വരുമ്പോൾ ഒരു ചൂലുംകെട്ട് എടുത്തിട്ടുണ്ട്. ചൂലുംകെട്ട് മനസ്സിലായില്ലേ? ഹൈദരാബാദിൽ വന്നപ്പോൾ അതൊക്കെ മറന്നോ? ചൂലുംകെട്ട് അറിയാവുന്നവർ കൈ പൊക്കിയ അങ്ങനെ പൊക്കിക്കട്ടെ. യെസ്, ചൂലുംകെട്ടെടുത്ത് ഓടി വന്നു. വന്ന പാടെ അവിടെ ഇവിടെയൊക്കെ പരിധി നോക്കാം. അപ്പം എൻ്റെ ഈ വിറ കണ്ടിട്ട് നന്നായിട്ട് അടിക്കും. അപ്പന് മനസ്സിലായി അവൻ പെട്ടിയുടെ മറയിൽ ഒളിച്ചിരിപ്പുണ്ട്. വന്ന് കൈ പിടിച്ച് പൊക്കി. ഞാൻ നിന്ന് വിറയ്ക്കുക. നീ ആ ചെക്കൻ്റെ കാലയിൽ അടിച്ചിട്ട് ചെറുനാരങ്ങയുടെ വലുപ്പമായി എന്ന് പറയുന്നുണ്ടടാ ചേച്ചി. ഇല്ല അപ്പം അതൊന്നോണ പറയുക, ചെറുനാരങ്ങയുടെ വലുപ്പമൊന്നുമില്ല, ചെറുതായിട്ട് തടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ എന്തിനാണ് അവൻ്റെ കാലയിൽ അടിച്ചതെന്നും പറഞ്ഞിട്ട് എൻ്റെ അപ്പൻ എന്താ ചെയ്തെന്നറിയോ? ആ ചൂലുംകെട്ടെടുത്ത് മേലേക്ക് ഓങ്ങി ഒരൊറ്റ അടി അടിച്ചു. പ്രിയപ്പെട്ടവരെ, അടി അടിച്ചത് എൻ്റെ മേലല്ല, തൊട്ടടുത്ത് കിടക്കുന്ന ആ മരപ്പെട്ടിമയാണ്. അടിച്ചപ്പോൾ തന്നെ എൻ്റെ അപ്പൻ സ്വരം താഴ്ത്തിയിട്ട് ആ ചേച്ചി കേൾക്കാതെ പറഞ്ഞു, ഉറക്ക കരയുടെ കള്ളാന്ന് പറഞ്ഞു. ഞാൻ ആശ്ചര്യപ്പെട്ട് നോക്കുക, കണ്ണും തുറിപ്പിച്ച്. വീണ്ടും ഒരടി അടിച്ചിട്ട് സ്വരം താത്തിയിട്ട് പറഞ്ഞു, ഉറക്ക കരയുടെ കള്ള. ഞാനാണെങ്കിൽ അതിനേക്കാൾ വില്ലനാ. അടിക്കല്ലപ്പോ. ഞാൻ വാവിട്ട് കരയാ. വീണ്ടും ഒരടി അടിക്കും. വീണ്ടും ഞാൻ മതിയപ്പോ ഇനി ചെയ്യില്ലപ്പോ വീണ്ടും അടിക്കും. ഞാൻ സത്യത്തിൽ കരഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ ശരിക്കും കരഞ്ഞു പോകും. കള്ളു കുടിച്ച് വന്നാൽ ചിലപ്പോൾ ചോറിൽ മണ്ണെണ്ണ ഒഴിക്കാറുണ്ട് എൻ്റെ അപ്പൻ നല്ലതാട്ടോ. മദ്യപിച്ച് വന്നിട്ട് കാട്ടുകാരന്മാരാ. പണ്ട് കുറേ പൈസയൊക്കെ ഉണ്ടായിരുന്നു. മദ്യത്തിൻ്റെ ലഹരിയിൽ എല്ലാം തകർന്നു. പ്രിയ മക്കളെ, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോട് ഈ വിശുദ്ധ വേദിയിൽ നിന്ന് ഞാൻ കൈകൊപ്പിയ ഒരു കാര്യം പറയട്ടെ. ചുമ്മാ പോലും മദ്യപിക്കരുത് കേട്ടോ. മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കരുത്. പ്രിയപ്പെട്ടവർ, ഒരു മദ്യപാനിയുടെ മക്കൾ എപ്പോഴും സങ്കടത്തിലാണ്. ഒരു മദ്യപാനിയുടെ ഭാര്യ എപ്പോഴും ദുഃഖത്തിലാണ്. ഒരു മദ്യപാനിയുടെ കുടുംബം എപ്പോഴും അധോഗതിയിലേക്ക് വരും. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവില്ല. അവൻ്റെ പുരപ്പുറം ചോരും. അവൻ കീറത്തുണി കൊടുക്കേണ്ടി വരും. സത്യ അരുതട്ടോ ദൈവമക്കളെ, നല്ലവരാ നിങ്ങളൊക്കെ. മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയും. ചിലപ്പോൾ 7 മക്കളാ, 6ാമത്തെ മോനാ ഞാൻ.
എനിക്ക് ഓർമ്മയുണ്ട് ആ കാലഘട്ടമൊക്കെ. അപ്പൻ വരാതെ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ പാടില്ല. അപ്പൻ വരും പാതിരാത്രി മദ്യപിച്ച്. ഞാൻ എൻ്റെ അപ്പനെ കുറ്റം പറയുന്ന ആരും കരുതരുത് കേട്ടോ, എനിക്ക് ജീവൻ എൻ്റെ അപ്പന്. മദ്യം ദേശിപ്പിച്ചതാണ്. അങ്ങനത്തെ ഒരപ്പനാണ് പെട്ടിയിലടിച്ചിട്ട് എന്നോട് പറയാം ഉറക്കെ കരയുടെ കള്ളാന്ന്. ഞാൻ സത്യത്തിൽ കരഞ്ഞു പോവും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന പൊന്നുമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാ, നിൻ്റെ പപ്പയിലെ കാര്യം കർക്കശ സ്വഭാവക്കാരനാ. ചിലപ്പോൾ വല്ല ദുശ്ശീലങ്ങളുണ്ടാകാം, ബലഹീനതയൊക്കെ ഉണ്ടാകാം. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിർമ്മലമായ ഒരു ഹൃദയമുണ്ടെന്ന കാര്യം മറക്കരുത് കേട്ടോ പൊന്നുമക്കളെ. പൊട്ടിത്തെറിക്കും ചിലപ്പോൾ. ഉള്ള ടെൻഷൻ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ ഇരിക്കേണ്ട ചില പപ്പന്മാർ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് ശാപവാക്ക് പറയും, പെട്ടെന്ന് നിന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. എന്നാൽ അതിൻ്റെ ഉള്ളിലും ഇതാ നിർമ്മലമായൊരു ഹൃദയമുണ്ട് പ്രിയപ്പെട്ടവർ. ആരോടും പ്രകടിപ്പിക്കാൻ പറ്റാത്ത, ആരുടെ മുമ്പിലും കോരിച്ചൊരിയാതെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ നിറകുടമുണ്ട് നിൻ്റെ പപ്പയുടെയും മമ്മിയുടെയൊക്കെ ഉള്ളിലെന്ന കാര്യം മറക്കരുത്. എനിക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ. അടി ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന ചേച്ചി പറയും, മതി പുറഞ്ചേട്ടാ അടിച്ചത്, പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നും പറയും. അവർക്ക് സമാധാനമായി അവരവരുടെ മോർണിംഗ് കൊണ്ട് പോവും. അപ്പൻ ചൂലുകെട്ട് താഴെ ഇടുമ്പോൾ ഞാൻ അപ്പനെ വട്ടം കയറി കെട്ടിപ്പിടിക്കും പ്രിയപ്പെട്ടവരെ. ആ വയറ് വരെ മുഖം എത്തുള്ളൂ. ഞാൻ ആ വയറിൽ മുഖം വെച്ച് വാവിട്ട് കരയും. അപ്പോൾ അപ്പൻ ചോദിക്കും, ഞാൻ നിന്നെ അടിച്ചില്ലല്ലടാ സണ്ണി, പിന്നെ എന്തിനാ നീ കരയണേ? സ്നേഹം കൊണ്ടാ പപ്പ. അപ്പൻ എത്ര സ്നേഹമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പനെ പിടിവിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അമ്മ മുറിയിലിരിപ്പുണ്ടാവും. അമ്മ ഇരുന്ന് കരയുന്നുണ്ടാവും. അപ്പൻ അടിക്കാൻ പിടിക്കുമ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അടി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ അമ്മയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്നറിയോ? എൻ്റെ ഷർട്ട് ഇങ്ങനെ മേലേക്ക് പൊക്കും. എന്നിട്ട് പുറത്ത് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് പറയും, എൻ്റെ മോനെ നടുമ്പുറത്ത് അടിച്ചതെന്ന് അമ്മയ്ക്കറിയാം. പട്ടാ പട്ടാന്ന് ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മ ഒഴിഞ്ഞു തരാണെന്ന് പറഞ്ഞ് അമ്മ ഒഴിയുമ്പോൾ ഞാൻ പറയും, ഇല്ല അമ്മ, അപ്പം പെട്ടീമ അടിച്ച. പെട്ടീമയാ, പിന്നെന്തിനാ നീ കരയണേ? അപ്പൻ സ്നേഹമുള്ളതാ അമ്മ. അപ്പൻ പാവാമ്മ. കള്ളു കുടിച്ചാലും പപ്പ പാവാണ്. അപ്പന് നമ്മളെ ഇഷ്ടമാണ്. ആ ഒരു പ്രവൃത്തി കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, 35 വർഷം മുന്നേ മരിച്ചുപോയ എൻ്റെ അപ്പന് കുഞ്ഞുനാളിലുണ്ടായ ഒരു പ്രവൃത്തി മൂലം ഇന്നും എന്ത് സ്നേഹമെന്ന് പറയും എനിക്ക്. എന്നാൽ ദൈവജനമേ, 25 വർഷം മുൻപ് തൃശ്ശൂരിലൊരു ധ്യാന മന്ദിരത്തിൽ വചനം കേൾക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ അന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എൻ്റെ അപ്പൻ എനിക്ക് കിട്ടേണ്ട അടി പെട്ടിയിലാണ് അടിച്ചിരുന്നെങ്കിൽ, എൻ്റെ പ്രിയജനമേ, എൻ്റെ കർത്താവ് എനിക്ക് കിട്ടേണ്ട അടി സ്വന്തം ശരീരത്തിലാണ് ഏറ്റുവാങ്ങിയത്. എനിക്ക് ആ ദൈവത്തോട് സ്നേഹം കൂടി അപ്പനേക്കാളും. എനിക്ക് ലഭിക്കേണ്ട അടി എൻ്റെ അപ്പൻ പെട്ടിയിലടിച്ചപ്പോൾ എൻ്റെ അപ്പനോട് എനിക്ക് എന്ത് ഇഷ്ടം തോന്നിയ. 25 കൊല്ലം മുമ്പ് ആദ്യമായിട്ട് ദൈവവചനം കേൾക്കാൻ ചെന്നപ്പോൾ അവിടെ വെച്ച് ധ്യാനഗുരു പറഞ്ഞു, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് ലഭിക്കേണ്ട അടിയാണ് യേശുക്രിസ്തു സ്വന്തം ശരീരത്തിൽ വഹിച്ചത്. നിങ്ങൾക്ക് ലഭിക്കേണ്ട കുരിശുമരണമാണ് യേശു സ്വയം ഏറ്റെടുത്തത്. നിങ്ങൾക്ക് ലഭിക്കേണ്ട ശാപമാണ് അവിടുന്ന് സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്നത്. ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു പ്രിയപ്പെട്ടവര്. എൻ്റെ അപ്പനേക്കാൾ വലിയൊരു സ്നേഹമുള്ള ദൈവം. ആ ദിവസങ്ങളിൽ മുഴുവൻ ഇരുന്ന് വചനം കേട്ടു. അന്ന് അവിടെ കുമ്പസാരിപ്പിക്കാനിരിക്കുന്ന വൈദികൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ പാപങ്ങളൊക്കെ ഒരു കടലാസ് തുണ്ടിൽ എഴുതി. എനിക്കറിയില്ല, ഓർമ്മ വെച്ച നാൾ മുതൽ അനുതാപമില്ലാതെ ഏറ്റുപറഞ്ഞ പലതുമുണ്ട്. എല്ലാം വരി വരിയായിട്ട് എഴുതി. ഞാൻ എന്നിട്ട് കുമ്പസാരക്കൂടിൻ്റെ മുന്നിൽ ചെന്നു. ആ വൈദികൻ്റെ മുമ്പിൽ ഞാൻ അതെല്ലാം വായിച്ചു പ്രിയപ്പെട്ടവർ. ഞാൻ ഇന്ന് ഓർക്കാതെ, അച്ചോ ഞാൻ ഇന്നത് ചെയ്തു, അച്ചോ ഞാൻ ഇങ്ങനെ ചെയ്തു, അച്ചോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പെങ്ങള് വചനം പ്രസംഗിക്കാൻ പോകാതിരിക്കാൻ, എൻ്റെ ഒരു പെങ്ങള് ജെസ്സി പേര്, ദൈവവചനം പ്രസംഗിക്കാൻ പോകാതിരിക്കാൻ മുറിയിലിട്ട് പൂട്ടിയിട്ടിട്ടുണ്ട് അച്ചോ. ദൈവത്തോട് അത്ര നിന്ന കാണിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കുർബാന ഇല്ലായിരുന്നു അച്ചോ. കുറേ എഴുതി വെച്ചിട്ടുണ്ട് അച്ചോ. എല്ലാം പറഞ്ഞു ആ വൈദികൻ്റെ മുമ്പിൽ. എല്ലാം കേട്ട് കഴിഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് രക്ഷയുണ്ടോ അച്ഛാ? എനിക്ക് രക്ഷയുണ്ടോ? ആ വൈദികൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റു. എൻ്റെ അടുക്കിലേക്ക് വന്ന് എൻ്റെ കയ്യിൽ, എൻ്റെ തലയിൽ കൈവച്ചു അദ്ദേഹം.
എന്നിട്ട് ആ ദൈവത്തിൻ്റെ അഭിഷിക്തൻ, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ അന്ന് എന്നോട് പറഞ്ഞൊരു വാചകം ഇന്നും എൻ്റെ കർണപുടത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നും അത് മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതിതായിരുന്നു, മോന് നിന്റെ പാപത്തേക്കാൾ വലുതാണടാ കർത്താവിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച ദൈവജനമേ, നിന്റെ പാപത്തേക്കാൾ വലുതാണടാ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും. നിന്റെ പാപത്തിന് വേണ്ടിയാടാ ഈശോ മരിച്ച്. എൻ്റെ മോൻ അനുദപിച്ചാൽ മതിയിടാ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ മോനെന്ന് ഏറ്റു പറഞ്ഞാൽ മതിയിടാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിറകണ്ണുകളോടെ ഞാൻ എല്ലാം ഏറ്റു പറഞ്ഞു. അച്ഛൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, ഭൂമിയിലെ പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവം അധികാരം കൊടുത്തത് ദൈവത്തിൻ്റെ അഭിഷിക്തർക്കാണെന്ന കാര്യം മറക്കരുത്. ഒരു പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത അധികാരം, ഒരു രാഷ്ട്രപതിക്കില്ലാത്ത അധികാരം, ഒരു മുഖ്യമന്ത്രിക്കില്ലാത്ത അധികാരം, ഒരു പ്രതിപക്ഷ നേതാവിനില്ലാത്ത അധികാരം, ഒരു ജഡ്ജിനോ ഈ ലോകത്ത് ആർക്കില്ലാത്തൊരു അധികാരം ദൈവം കൊടുത്തു വിട്ടിരിക്കുക ദൈവമക്കളെ, ദൈവത്തിൻ്റെ അഭിഷിക്തർക്ക്. പൗരോഹിത്യത്തിൻ്റെ വില മാനിക്കണം കേട്ടോ. ഇന്ന് ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ബെന്യച്ചനും ജോമേഷ് അച്ഛനും, ബെന്യച്ചൻ വിളിച്ചു പറഞ്ഞ് കേട്ടു, ഞങ്ങൾക്ക് ലഭിച്ച പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ വീടുകളിലുമുള്ള എല്ലാ പൈശാചിക ശക്തികളും വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കളെ, അത് കേട്ടും ഇവിടെ വന്നിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ആ തിന്മകൾ മാറിപ്പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പോരാ, ഇത്ര സ്വരമൊന്നും പോരാ. നല്ലൊരു കയ്യടി കൊടുത്ത ദൈവത്തിന്. ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇഷ്ടമാണ് ദൈവത്തിന്. ആരും തെറ്റിദ്ധരിക്കരുത്, ആരും ദൈവത്തോട് പിണങ്ങരുത് കേട്ടോ, ഉപേക്ഷിക്കരുത്. നാളെ ഈ കസേര നിറയണം, പറ്റില്ല. ഇന്ന് നീ ദൈവത്തിൻ്റെ ഒരു പ്രേക്ഷിതയും പ്രേക്ഷിതനുമാകണം. നീ വിളിച്ചു കൊണ്ടുവരണം. നമുക്കൊരാളെ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. നമുക്കൊരാളെ രക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് രക്ഷിക്കാം. ഡിക്രൂസ് സാറ് കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്നതുപോലെ, സണ്ണി ധ്യാനം കൂടാൻ പെങ്ങളെ പരീക്ഷിക്കാൻ എന്ന വ്യാജേന ചെന്നതുപോലെ നമുക്ക് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ നിന്ന് അവർ രക്ഷ വാങ്ങിയെടുത്തോളും. അതുകൊണ്ട് അച്ഛൻ നേരത്തെ വേദനയോടെ തന്നെ പറഞ്ഞ് 10 ജപമാലയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. ഇപ്പം തൊട്ട് ഇത് കഴിയുമ്പോൾ, ഈ ധ്യാനം കഴിയുമ്പോൾ ബസ്സിലിരുന്നും ചൊല്ല്. അമ്മയോട് പറയും, അമ്മയെ കൊണ്ടുപോയ ഒത്തിരി പേര് എനിക്കറിയാം. ഈ ഹൈദരാബാദിൽ കുറേ പേര് വേദനിച്ച് കഴിയുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നും ഇവിടെ ധ്യാനിപ്പിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വിജയവാഡയിലും അതുപോലെ തന്നെ ഈ ഹൈദരാബാദ് വേറൊരു സ്ഥലത്തൊക്കെ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ജനത്തിൻ്റെ വേദന ഞാൻ അറിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇവിടെ ഇരിപ്പുണ്ട് കഷ്ടപ്പാടുള്ളവർ കേട്ടോ, ഇവിടെ ഇരിപ്പുണ്ട് സങ്കടമുള്ളവർ. ഇത്രയും കാലം ഈ അന്യനാട്ടിൽ വന്ന് ജീവിച്ചിട്ട് സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ദൈവമക്കളോട് ഇരിപ്പുണ്ട്. കടബാധ്യതയിൽ മുങ്ങിക്കഴിയുന്നവരോട് ഇരിപ്പുണ്ട്. ഈ ഇടയായിട്ട് ബിസിനസ് തകർന്ന ദൈവജനോട് ഇരിപ്പുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചാരോട് ഇരിപ്പില്ലേ? ഉണ്ട്. മനസ്സ് തളരരുത് കേട്ടോ. ജീവിക്കണം, നീ ജീവിക്കണം. ഞാൻ ഇവിടെ നിന്ന് ദൈവനാമത്തിൽ പ്രവചിക്കുക, ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചോ, ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞോ, തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ഉള്ളൊരുക്കിക്കോ, നിങ്ങളുടെ മക്കൾ നശിക്കില്ല, ഒരു സംശയമില്ല. എൻ്റെ അമ്മ മരിച്ചിട്ട് 1 കൊല്ലമായി മിനിഞ്ഞാന്നത്തേക്ക്. അപ്പൻ 35 കൊല്ലം മുന്നേ മരിച്ചതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, 7 മക്കളെയും ആ കീറത്തുണിയൊക്കെ ഉടുപ്പിച്ച്, ആ തുന്നിക്കെട്ടിയ ഉടുപ്പൊക്കെ ഇടിച്ച് 7 മക്കളെയും ആ വാടകപ്പുരയിൽ നിന്ന് പള്ളിയിലേക്ക് ഒരുമിച്ച് കൊണ്ടുപോകുന്ന അമ്മ. വൈദികൻ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ആ ഗോതമ്പപ്പം എടുത്ത് ആർക്കും പറയാൻ അധികാരമില്ലാത്ത, ആർക്കും ചെയ്യാൻ സാധിക്കാത്ത ആ തിരുവചനം ഏറ്റുചൊല്ലി ആ ഗോതമ്പപ്പത്ത് യേശുവിൻ്റെ ശരീരമാക്കി മാറ്റുന്ന ആ പ്രക്രിയ നടക്കുന്ന സമയത്ത്, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിനെന്ന് പറയുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്നറിയോ? അമ്മ കമിഴ്ന്ന് കിടക്കും, സാരി കൊണ്ട് തല മൂടും. ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ, ദിവ്യ കുർബാനയിൽ, പരിശുദ്ധ കുർബാനയിൽ യേശു എഴുന്നള്ളി വരുന്ന സമയമാണടാ അത്. യേശുവിൻ്റെ രക്തവും ശരീരവുമായി മാറുന്ന സമയടാ. ആ സമയത്ത് നിങ്ങളും പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിരുന്ന അമ്മ ആ നേരത്ത് കമിഴ്ന്ന് കിടക്കും, സാരി കൊണ്ട് മൂടും, പ്രാർത്ഥിക്കും, പൊട്ടി പൊട്ടി കരയും. ഇടയ്ക്ക് ശബ്ദം കേൾക്കും പ്രിയപ്പെട്ടവർ, ഏങ്കലടി കേൾക്കും ഇടയ്ക്ക്.
അപ്പം ഞാൻ അമ്മയെ തട്ടും. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മേനെ. ഞാൻ പുറത്ത് തട്ടി, അമ്മ ഞാൻ എണീറ്റ് പോവാട്ടോ, അതേ നോക്കി ആ ചേച്ചി നോക്കണ്, ദേ ആ ചെക്കൻ നോക്കണ്, അമ്മ മിണ്ടാണ്ടെന്ന്. ഞാൻ ഇനി നാളെ തൊട്ട് അമ്മയുടെ അടുത്ത് മുട്ടുകുത്തില്ല. ഞാൻ കുട്ടികളിരിക്കുന്ന ഭാഗത്തേക്ക് പോവും, അവിടേക്ക് വിടില്ല. അവിടെ ചെന്ന പിള്ളേരായിട്ട് സംസാരിക്കുന്നു പറഞ്ഞ് മക്കളെയൊക്കെ പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്ന പോലെ മക്കളെയൊക്കെ അടുത്ത് ചേർത്ത് നിർത്തും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കടാ, ഞാൻ നാളെ തൊട്ട് ഇരിക്കില്ല അമ്മയുടെ അടുത്ത്. അമ്മ നാണക്കേട് കണ്ട കരയണമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്ന കണ്ടില്ലേ? തല പൊക്കിയിട്ട് ചെവിയിൽ എന്നോട് പറയും, കുട്ടാ ഈശോ ഈ കണ്ണീര് കാണുടാ, നിങ്ങൾക്ക് വേണ്ടിയാണ് അമ്മ കരയുന്നത്. സത്യം. എന്നേക്കാൾ ബഹുമാന്യരായി സിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ, എന്നേക്കാൾ നല്ലവരായി ദൈവജനത്തിൻ്റെ മുന്നിൽ ഈ വിശുദ്ധ സ്ഥലത്ത് നിൽക്കാൻ യോഗ്യതയില്ല. എന്തുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നതെന്നറിയോ? അമ്മയുടെ കണ്ണീര് ദൈവം സൂക്ഷിച്ചതാ മക്കളെ. ഇവിടെ എൻ്റെ മാതാപിതാക്കൾ മക്കളെ കുറിച്ച് വേദനിക്കുന്നവർ കേട്ടോ. മക്കൾ വഴിതെറ്റിപ്പോയല്ലോ എന്നും പറഞ്ഞ് വേദനിക്കുന്ന അമ്മയപ്പൻ ആരോട് ഇരിപ്പുണ്ട്. എൻ്റെ മോള് ഇവിടുത്തെ ആന്ധ്രയിൽ ഒരു ചെറുക്കനുമായിട്ട് സ്നേഹബന്ധത്തിലായി വിവാഹം രജിസ്റ്റർ മാരേജ് ചെയ്തു എന്നും പറഞ്ഞ് വേദനിച്ച് നാണിച്ചിരിക്കുന്ന അമ്മ ഇരിപ്പില്ല ഇവിടെ. കരയണം മക്കൾക്ക് വേണ്ടി, പൊട്ടി കരയണം ദൈവത്തിൻ്റെ മുമ്പിൽ. നിന്റെ അയൽപക്കത്തുള്ളവരൊക്കെ വിളിച്ചു കൊണ്ടുവന്നോളോ. ജാതി മതമൊന്നും നോക്കണ്ട കേട്ടോ. യേശു മരിച്ചത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമൊന്നല്ല. യേശു മരിച്ചത് മാമോദീസ മുങ്ങിയ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല. യേശു മരിച്ചത് ഒരു പ്രത്യേക സഭാവിഭാഗത്തിന് വേണ്ടി മാത്രമല്ല. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ ഈ ആദിവാസികൾ പല ഗോത്രക്കാർ വരും, അവിടെ പല ജാതിക്കാർ വരും. ഒരിക്കൽ ഛത്തീസ്ഗഡിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ടമാനം ആളുകൾ കൂടി, ക്രിസ്ത്യാനികൾ ഇത്ര കൂടിയപ്പോൾ പോലീസ് വാനുമായിട്ട് നിരന്നു ബാക്കിൽ വന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവരൊക്കെ ശ്രദ്ധിക്കുക എന്താ ഇവിടെ നടക്കണമെന്ന്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പറയണമെന്ന്. ഒരു വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, ദൈവം തൻ്റെ പൊന്നുമോനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് യേശു വഴി എല്ലാവരും രക്ഷ പ്രാപിക്കാൻ വേണ്ടി, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ നിത്യജീവൻ നൽകുവാൻ ആയി ദൈവം തൻ്റെ പൊന്നുമോൻ അയച്ചു. ഈ വചനം ഞാൻ ഹിന്ദിയിലൊന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ. संत योहन का सुसमाचार अध्याय 3 पद संख्या 16, ईश्वर ने संसार को इतना प्यार किया है कि उन्होंने अपने इकलौते पुत्र को संसार के लिए बलिदान कर दिया ताकि किसी का सर्वनाश ना हो. ईश्वर ने, प्रभु ने अपने पुत्र को इसलिए ये दुनिया में भेजा है हम सबकी मुक्ति प्राप्त होने के लिए. चाहे तुम हिंदू हो, चाहे तुम मुसलमान हो, चाहे तुम क्रिश्चियन हो, कोई भी जात का हो, तुमको यीशु प्रेम करता है, तुम्हारे लिए प्रभु अपना जीवन कुर्बान किया എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരാണ് ആദ്യം കൈയടിച്ചത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഛത്തീസ്ഗഡിൽ വെച്ച്. ദൈവത്തിന് നമ്മളൊക്കെ ഇഷ്ടമാണ്, ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ട്. അപ്പം ചിലർ ചോദിക്കും, പിന്നെന്തിനാ ഈ സങ്കടം തന്നെ, പിന്നെന്തിനാ ഈ തകർച്ച തന്നെ, പിന്നെന്തിനാ ഈ കടബാധ്യത തന്നെ? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് തരാതെ ആരും ഇവിടെ വന്നിരിപ്പില്ല പ്രിയപ്പെട്ടവരെ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 21-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, പാപിയുടെ പാത കല്ല് വാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അതിൻ്റെ അവസാനം പാതാളത്തിലാണ്. പാപിയുടെ പാത, പാപം ചെയ്ത് ജീവിക്കുന്നവൻ്റെ വഴി, തിന്മയിൽ തുടരുന്നവൻ്റെ വഴി, പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അതിൻ്റെ അവസാനം പാതാളത്തിലേക്കാണ്. ഇതറിയുന്ന സ്നേഹമുള്ള ദൈവം, നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്ന തമ്പുരാൻ ഈ പാതാളത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ വഴിയിൽ സുഗമമായി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നില്ലേ? ഒരു പ്രശ്നമില്ലാതെ നടന്നില്ലേ? വലിയ അല്ലലില്ലാതെ ജീവിച്ചില്ലേ? ആ സുഗമമായ വഴി, ആ കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്ന വഴി ചെന്നെത്തുന്നത് പാതാളത്തിലാണ്, കെടാത്ത അഗ്നിയിലാണ്, പുഴുവരിക്കുന്ന സ്ഥലത്താണെന്ന് മനസ്സിലാക്കിയ ദൈവം എന്ത് ചെയ്യുന്നറിയോ ദൈവമക്കളെ? ആ വഴിയിൽ ചില തടസ്സങ്ങൾ തന്നു നമുക്ക്. ചില രോഗങ്ങളായിട്ടും ചില അസ്വസ്ഥതകളായിട്ടും ചില കടബാധ്യതയായിട്ടും ചില പ്രശ്നങ്ങളുമായിട്ടൊക്കെ ദൈവം ചില വേദനകൾ തന്നു പ്രിയപ്പെട്ടവരെ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇതാണ് വഴി, ഇതിലെ പോ.
ആ വഴി സ്വർഗത്തിലേക്കുള്ളതാണ്. ഇന്ന് ഈ പന്തലായിരിക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളൊക്കെ നന്ദി പറയണം. ദൈവമേ, ഈ ഒരു അവസ്ഥയിലൂടെ എന്നെ കടത്തി വിട്ടത് കാരണമല്ലേ ഞാൻ ഈ പന്തലിൽ വന്നിരിക്കുന്നത്. ആളുകൾ ഗാഗുൽത്ത ധ്യാന മന്ദിരത്തിലേക്ക് വരിക. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, കഴിഞ്ഞ തവണ ഇസ്രായേലിൽ നിന്ന് കഴിഞ്ഞ മാസം ഒരു സ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞു, സണ്ണി ബ്രദറെ, എനിക്ക് ഗാഗുൽത്ത ധ്യാന മന്ദിരത്തിൽ വരണം. ഞാനുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ 2 മക്കളുണ്ട്, എൻ്റെ അപ്പനും അമ്മയുണ്ട്. 6 പേർക്കൊരു റൂം വേണം സണ്ണി ബ്രദറെ. ഏപ്രിലിൽ അവൾ വരുന്നത്, ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുക. അവളുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം. അവൾ ടി വിയിലും വെബ്സൈറ്റിലൊക്കെ ഗാഗുൽത്തായുടെ കുറേ വെബ്സൈറ്റ് ഉണ്ട് പ്രിയപ്പെട്ടവർ, യൂട്യൂബിലുണ്ട്. അതുപോലെ ഗാഗുൽത്തായുടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ അതിലൊക്കെ കണ്ടിട്ട് അവൾ പറയുക, എനിക്ക് അവിടെ നിന്ന് വരണം, അനുഗ്രഹവെള്ളിയും വരണം. ഗാഗുൽത്തായിൽ ഒരു അനുഗ്രഹവെള്ളി നടക്കുന്നുണ്ട്. ഞാനായിരുന്നു കഴിഞ്ഞ അനുഗ്രഹവെള്ളിയിൽ പ്രസംഗം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിനെയും കൊണ്ട് വഴിയിലൂടെ ഇങ്ങനെ പോവും ബഹുമാനപ്പെട്ട ബെന്യച്ചൻ. 10,000 ആളുകൾ എഴുന്നേറ്റ് നിന്ന് ഇരിക്കാൻ പറയുമ്പോഴേക്കും ചാടിയിരിക്കും, അല്ലെങ്കിൽ വേറൊരുത്തിൻ്റെ മടിയിലായിരിപ്പ്. മണ്ണിട്ട താഴിൽ അതുപോലെ ജനം. യേശു നടന്നു പോകും, യേശുവിനെയും കൊണ്ട് ബെന്യച്ചൻ പോവും. തിരുവോസ്തി രൂപന് ആ കർത്താവിൻ്റെ മേലേക്ക് റോസാപ്പൂകൾ കൊണ്ടുവരും. വീട്ടിൽ നിന്ന് ആളുകൾ ആ ഇതളുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. കർത്താവിനെ സ്പർശിച്ചിട്ട് ആ ഇതള് താഴെ വീഴുമ്പോഴേക്കും ജനം അതെടുക്കാനായിട്ട് പിച്ച് ചീന്തും. അത് വേറൊരുത്തം പിടിക്കോരതല്ല, അപ്പോഴും ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. അങ്ങനെ ആ എതള് കൊണ്ട് വീട്ടിലെ കിണറിലിടും, വീട്ടിലെ മുറികളിൽ അത് ഇങ്ങനെ പൊട്ടിച്ചിടും. ബന്ധിപ്പിക്കുന്ന ഭർത്താവിന് ഒരു റോസാ ഇതള് പൊട്ടിച്ച് വെള്ളത്തിലിട്ട് ചാലിച്ചു കൊടുക്കും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്ഭുതം നടന്നു എന്ന്. നിങ്ങളെ ഞാൻ ക്ഷണിക്കാട്ടോ ദൈവനാമത്തിൽ. തൃശ്ശൂർ വരുമ്പോൾ നിങ്ങൾ വന്നോളൂ ഗാഗുൽത്തായിലേക്ക്. നിങ്ങളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞോളൂ, മക്കളെ, ഞാനിതൊരു ധ്യാന മന്ദിരത്തിൻ്റെ പരസ്യം പറയല്ല കേട്ടോ. ഞാൻ അവിടെ ശുശ്രൂഷകനാണ് കൊല്ലങ്ങളായിട്ട്. ആ ഗാഗുൽത്ത ധ്യാന മന്ദിരം അവിടെ ഉണ്ടായി അന്ന് തൊട്ട് ഞാനുണ്ട് പ്രിയപ്പെട്ടവരെ. എനിക്കറിയാം അവിടെ അത്ഭുതങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, നിങ്ങളോട് ഇതെന്തിനാ പറഞ്ഞതെന്നറിയോ? നിങ്ങളെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ ബഹുമാനപ്പെട്ട ബെന്യച്ചനും ടീം ഇവിടെ വന്നിരിക്കുക നിങ്ങളോട് വചനം പ്രസംഗിക്കാൻ. എന്നിട്ട് ഈ കസേര കാലിയായി കിടക്കരുത്. അത് നന്ദികേടാ. ഇന്ന് വന്നവർക്കൊക്കെ ഞാൻ നന്ദി പറയാം കേട്ടോ. ഈശോയുടെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കും. ഇന്ന് ആരാധനയിൽ നിങ്ങളുടെ കണ്ണീര് വീഴണം പൊന്നുമക്കളെ. പശ്ചാത്തപിച്ചോളൂ കേട്ടോ. നിരാശ വേണ്ട, ചോദ്യം ചോദിക്കണ്ട. എന്തിനാ ദൈവം ചെയ്തതെന്ന് പറയരുത്. കുശവനോട് കളിമണ്ണ് ചോദ്യം ചോദിക്കരുത്. ഈ ഉണ്ടായ അവസ്ഥയ്ക്കൊന്ന് നന്ദി പറയുന്നേ. ദൈവം അനുഗ്രഹിച്ചോളൂ. സ്വരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റുചൊല്ലാം കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ. സ്വരം പോരല്ലോ. കർത്താവായ യേശുവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, എൻ്റെ പപ്പയായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു, ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കയ്യടി കൊടുത്ത ഈശോയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. നേഴ്സിംഗ് കുഞ്ഞുങ്ങൾ ഒത്തിരി വന്നിരിപ്പുണ്ട് കേട്ടോ. പല കുട്ടികളും എന്നോട് പറയാറുണ്ട്, നേഴ്സസിന് ധ്യാനം നടത്തുമ്പോൾ, നേഴ്സിംഗ് സ്റ്റുഡൻസിന് ധ്യാനം നടത്തുമ്പോൾ എക്സാം വരുമ്പോൾ പേടിയാണ്, ഒന്നും പഠിച്ചിട്ടില്ല, അമ്മയപ്പനും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ലോൺ എടുത്തിട്ടാണ് പഠിക്കുന്നത്, ഒരു ജോലി വേണം സണ്ണി ബ്രദറെ. കുറേ ബുദ്ധിമുട്ടുണ്ട് പപ്പയ്ക്ക്. അപ്പൻ മീൻ വിൽക്കാൻ പോവുക, റബ്ബർ വെട്ടുക, മണ്ണിനോട് മല്ലടിക്കുക, കൂലിപ്പണി ചെയ്തിട്ടാണ് പഠിപ്പിക്കണേ. ലോൺ എടുത്തിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അവരുടെ കണ്ണീര് മാറണം. എനിക്കൊരു ജോലി വേണം, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റണില്ല. ഞാൻ ചീത്തൊരു സ്നേഹത്തിൽ പെട്ടു, ഞാനൊരു ലവ് അഫെയറിൽ പെട്ടു, ഞാൻ അശുദ്ധമായ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. പല ദൈവമക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞോട്ടെ ദൈവജനമേ, ഇവിടെ ഇരിക്കുന്ന നേഴ്സിംഗ് സ്റ്റുഡൻസിനോട്, ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനോട്, ഇവിടെ ഇരിക്കുന്ന കുടുംബങ്ങളിലുള്ളവരോട് ഞാനൊരു സത്യം പറഞ്ഞോട്ടെ. പാപം ചെയ്യാതിരുന്നാൽ മതി. ചെയ്ത പാപം ഒന്ന് കുമ്പസാരിക്കുക. ഈ ദിവസങ്ങളിലൂടെ കുമ്പസാരുണ്ടാവും. ഒന്ന് അനുദപിക്കുക. എന്നിട്ട് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ശത്രു കോട്ടകൾ, ഇവിടെ വിടുതൽ ശുശ്രൂഷയുണ്ട്, പലവിധ ശുശ്രൂഷകൾ ഘട്ടം ഘട്ടമായിട്ട്. അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറും പ്രിയപ്പെട്ടവർ, മാറ്റും. വലിയ അനുഗ്രഹം ഉണ്ടാവും. നമ്മൾ സന്തോഷിക്കും. നിൻ്റെ വാ പൊട്ടിച്ചിരി കൊണ്ട് ഞാൻ നിറയ്ക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളത്. ഒരു തമാശ കേൾക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും ആനന്ദം ഉണ്ടായിരിക്കും ഉള്ളിൽ, എപ്പോഴും ഒരു സന്തോഷം ഉണ്ടായിരിക്കും. നീ ആരെയും പേടിച്ചിങ്ങനെ നടക്കണ്ടെന്നേ. നീ എന്തിനാ ഭയപ്പെടുന്നത്?
എന്താളൊരു സഹോദരൻ പറഞ്ഞു, സണ്ണി ബ്രദറെ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. ഞാൻ എൻ്റെ ധ്യാനഗുരുവിനോട് ചോദിച്ചിട്ട് ചെന്നപ്പോൾ എന്താ സ്ഥിതി എന്നറിയോ? വീടിൻ്റെ പുറത്ത് ഒരു ലോക്ക് ചെയ്തിരിക്കുക, ഇങ്ങനെ താഴെ കിടക്കുക. ഞാൻ അവിടെ ചെന്നിട്ട് കുറേ തട്ടി, ആരുമില്ലല്ലോ, എന്നെ വരാൻ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വിളിച്ചു. നിങ്ങൾ എവിടെ പോയിരിക്കും എന്നോട് വരാൻ പറഞ്ഞിട്ട്? ഞങ്ങൾ അകത്തുണ്ട് ബ്രദറെ. അകത്തുണ്ടെന്നാ? പിന്നെ കൂടെ വായോ. എന്താ അത്? കടക്കാരെ പേടിച്ചിട്ടിരിക്കുക. കടക്കാർ വരുമ്പോൾ എത്ര തട്ടിയാലും എഴുന്നേൽക്കില്ല. ലോക്ക് ഫ്രണ്ടിലിട്ടിരിക്കുക. എന്നിട്ട് ബാക്കിലൂടെ വന്ന് അടുക്കള വാതിലൂടെ കയറി അടുക്കള വാതിൽ കുറ്റിയിട്ടിരിക്കുക. കാണുന്നവർ വിചാരിക്കും ലോക്കാന്ന്. ഈ നടപടി തുടങ്ങിയിട്ട് മാസങ്ങളായി സണ്ണി ബ്രദറെ. പേടിച്ച് വിറച്ചിരിക്കുക. വീട്ടിൽ TV ശബ്ദിക്കില്ല. ഞങ്ങൾ ലാൻഡ് ലൈൻ എടുത്ത് കളഞ്ഞു, കട്ട് ചെയ്ത് വെച്ചു. കാരണം എന്താണെന്നറിയോ? എന്നിട്ട് സൈലൻറ്റിലിട്ടേക്ക ഫോൺ. വേണ്ടപ്പെട്ട ഒരു നമ്പർ നോക്കിയാൽ മാത്രം എടുക്കും. വ്യസനിച്ചിരിക്കുക. അവർ വന്നു ധ്യാന മന്ദിരത്തിൽ, ദൈവത്തെക്കുറിച്ച് കേട്ടു. 3 കോടി രൂപ കടമുണ്ട് അവർക്ക്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവർക്ക് ഉറക്കമില്ലായിരുന്ന, മാസങ്ങളായിട്ട് ഉറക്കമില്ലായിരുന്നു. ധ്യാന മന്ദിരത്തിൽ വന്നു, അവർ വചനം കേട്ടു, അവർ കുമ്പസാരിച്ചു. പ്രിയ ജനമേ, 3-ാമത്തെ ദിവസം അവർ സുഖമായിട്ട് കിടന്നുറങ്ങി. ആ ഉറക്കം കഴിഞ്ഞ് അന്ന് എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഉറങ്ങിയോ ഇന്നലെ? കുമ്പസാരം കഴിഞ്ഞു. ഉറങ്ങിയെന്ന് പറഞ്ഞു. കടം വീടിയോ? അതെങ്ങനെയാണ് സണ്ണി ബ്രദറെ ധ്യാന മന്ദിരത്തിൽ വന്നപ്പോൾ തന്നെ കടം വീടുന്നത്? പിന്നെ എങ്ങനെയാണ് ഉറങ്ങിയ? അറിയില്ല സണ്ണി ബ്രദറെ, അറിയില്ല എന്നല്ല. നിന്റെ സമാധാനക്കേടിൻ്റെ കാരണം നിന്റെ കടബാധ്യതയല്ല. നിന്റെ ഉറക്കമില്ലായ്മയുടെ കാരണം നിന്റെ കടബാധ്യതയല്ല, നിന്റെ പ്രശ്നങ്ങളല്ല. ദൈവത്തിൽ നിന്ന് അകന്നതാണ് നിന്റെ പ്രശ്നം. കുമ്പസാരം കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ ഉറക്കം വന്ന്? 3 കോടി രൂപ ധ്യാനമന്ദിരത്തിൽ വെച്ച് വീഡിയോ. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് നിന്റെ ദുഃഖത്തിൻ്റെ കാരണം. സങ്കീർത്തനം 77:10. ഒന്ന് അനുദപിക്കുക പ്രിയ മക്കളെ, ഏറ്റുപറയുക. ദൈവമെല്ലാം നമ്മളോട് ക്ഷമിക്കും. ഇങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ചില വേദനകൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത്. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം ഏതാണ്? പറഞ്ഞേ. ആമോസ് 4:6. അതിൽ വചനം എങ്ങനെയാ പറയുന്നത്? നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിൻ്റെ തരി പോലും ഇല്ലാതാക്കി. എന്നിട്ടും എന്തേ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല? ദൈവമായ കർത്താവ് ചോദിക്കുന്നു. കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി. ഒരു നഗരത്തിൽ മഴ പെയ്യിച്ചപ്പോൾ മറ്റൊരു നഗരത്തിൽ മഴ പെയ്യിച്ചില്ല. ഒരു വയലിൽ മഴ ലഭിച്ചപ്പോൾ മറ്റൊരു വയൽ മഴ കിട്ടാതെ വരണ്ടുപോയി. 2-3 നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ച് മറ്റ് നഗരങ്ങളിലേക്ക് പോയി. അവിടെയും അവർക്ക് തൃപ്തിയാവോളം ലഭിച്ചില്ല. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. സസ്യങ്ങളെ ഉണക്കുന്ന പൂപ്പ് രോഗങ്ങൾ കൊണ്ടും കാറ്റ് വീഴ്ചകൾ കൊണ്ടും ഞാൻ നിങ്ങളെ പ്രഹരിച്ചു. അത്തിവൃക്ഷവും ഒലിവുമരവും ഞാൻ ഫലശൂന്യമാക്കി. നിങ്ങളുടെ വേണ്ടപ്പെട്ട ഫലങ്ങൾ വെട്ടുകിളികൾ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. ചില വേദനകൾ ദൈവം അനുവദിക്കുന്നത്, ചില തകർച്ചകൾ ദൈവം അനുവദിക്കുന്നത്, ചില രോഗങ്ങൾ, എല്ലാ രോഗമാണെന്ന് സണ്ണി പറയുന്നില്ല, ചില രോഗങ്ങൾ ദൈവം അനുവദിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് സത്യസന്ധമായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. ഞാനൊരു പള്ളിയിൽ വചനം പ്രസംഗിച്ചപ്പോൾ ഒരു കാർന്നോര്, ഗംഭീര അഹംഭാവമുള്ള ഒരു കാർന്നോര് അപ്പം തന്നെ എഴുന്നേറ്റ് നിന്നു. 78 വയസ്സുള്ള ഒരു കാർന്നോര്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ, നീ പറയുന്ന പോലെ എൻ്റെ വീട്ടിൽ തിന്നാനില്ലായൊന്നുമില്ല. പല്ലിൻ്റെ പണിയെന്ന് വെച്ചാൽ ഭക്ഷണം ചവച്ചരയ്ക്കല. എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള കുറവൊന്നുമില്ല. നീ വേണമെങ്കിൽ വായോ, ഞങ്ങൾ വേറൊരു ഫ്രീസർ വാങ്ങിയിട്ടുണ്ട്, അതിൽ 3-4 തരം ഇറച്ചി എപ്പോഴും ഉണ്ട്. നീ വന്ന് നോക്ക്, ഡൈനിങ് ടേബിളിൻ്റെ ഫുള്ള് നിറഞ്ഞിരിക്കുക ഫ്രൂട്ട്സ്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് തിന്നാൻ. ബേക്കറി ഐറ്റംസ് വേറെ, കാഷ്യൂ നട്ട് വേറെ, ഇഷ്ടമുള്ള സാധനങ്ങൾ വേറെ.
ഞാൻ വല്യപ്പച്ചനോട് ഇരിക്കാൻ പറഞ്ഞു, പിന്നെ സംസാരിക്കാം, ഇപ്പം ക്ലാസ് മുടക്കണ്ടെന്ന് പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ചെന്ന് വല്യപ്പച്ചനോട് സംസാരിച്ചപ്പോൾ വല്യപ്പച്ചൻ പറയുക, മോനെ ഒന്ന് പ്രാർത്ഥിച്ചോളടാ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചോറ് തിന്നരുതെന്ന്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇറച്ചി തൊടരുതെന്ന്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മധുരത്തിൻ്റെ അടുത്തുകൂടെ പോകരുതെന്ന്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പാവയ്ക്ക ഇഷ്ടം പോലെ തിന്നോളാൻ. വല്യപ്പച്ചന് പല്ലിന് പണിയുണ്ടോ? മിണ്ടില്ല. ചില തകർച്ചകൾ, എല്ലാ തകർച്ചകളും അങ്ങനെയാണെന്ന് സണ്ണി പറയുന്നില്ല കേട്ടോ. സങ്കീർത്തനം 107:17 പറയുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. പാപം മൂലം ചിലർ രോഗികളായി മാറുന്നു. എല്ലാ രോഗവും പാപത്തിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, വചനം പറയുന്നില്ല. ചില തകർച്ചകൾ, അത് ഞാനും നിങ്ങളും വിലയിരുത്തണം. ചില തകർച്ചകൾ നമ്മൾ സത്യസന്ധമായിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി തന്നെയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞോട്ട്, ലൂക്കായുടെ സുവിശേഷത്തിൽ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ ഒരു ധൂർത്തപുത്രനെ കുറിച്ച് പറയുന്നുണ്ട്. ധൂർത്തപുത്രൻ പിതാവിൽ നിന്ന് സ്വത്ത് വാങ്ങി ദൂരദേശത്തേക്ക് പോയി. അവൻ ധൂർത്തനായി ജീവിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അവന് ഭക്ഷണത്തിന് പൈസയില്ല. അവനൊരു പൗരൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എനിക്കൊരു ജോലി തരണം. പൗരൻ അവന് ജോലി കൊടുത്തു, പന്നിയെ മേയ്ക്കുന്ന ജോലി. എന്നാൽ വചനം പറയാ, പ്രിയപ്പെട്ടവരെ, പന്നി തിന്നുന്ന തവിട് പോലും അവന് കിട്ടിയില്ല കേട്ടോ. പന്നിയുടെ വില പോലും ഉണ്ടായില്ല മകന്. കണ്ടോ, പിതാവിൽ നിന്ന് അകലുന്നൊരു വ്യക്തിയുടെ ദുരവസ്ഥ ദൈവമക്കളെ. പന്നിയുടെ വില പോലും ഉണ്ടാവില്ല. പന്നി തിന്നുന്ന തവിട് പോലും അവന് കിട്ടിയില്ല. ധൂർത്തപുത്രന് പല്ലിന് പണിയില്ലാതായി. നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നു, അവൻ അന്ന് പല്ലിന് സുഖമായി പണിയുണ്ടാക്കാൻ പന്നി തിന്നുന്ന തവിട് കിട്ടിയിരുന്നു എങ്കിൽ അവൻ അപ്പൻ്റെ അടുക്കലേക്ക് തിരിച്ച് പോവില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ആ ദുരവസ്ഥ വന്നപ്പോഴാണ്, പന്നിയുടെ വില പോലും നഷ്ടപ്പെട്ടപ്പോഴാണ്, പന്നിക്ക് കൊടുക്കുന്ന ആ വില പോലും അവന് കിട്ടാതെ വന്നപ്പോഴാണ് അവൻ ഹൃദയമുയർത്തി, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വേലക്കാർ പോലും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഞാനിവിടെ വിശന്ന് മരിക്കുക, പന്നിയുടെ വില പോലും ഇല്ല, എൻ്റെ പല്ലിന് പണിയില്ല. അവൻ അപ്പൻ്റെ അടുക്കിലേക്ക് പോയി അപ്പനോട് പറഞ്ഞു, പിതാവേ, നിനക്കെതിരെ, സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു. ഇതാ കുമ്പസാരം, ഇതാണ് കൺഫെഷൻ. ദൈവജനമേ, പിതാവേ, നിനക്കെതിരെ, സ്വർഗത്തിനെതിരെ, മറ്റുള്ളവർക്കെതിരെ ഞാൻ തെറ്റ് ചെയ്തു. മോനെന്ന് വിളിക്കണ്ട, മോളെന്ന് വിളിക്കണ്ട, ഒരു ദാസനും ദാസിയാക്കണേ. അവൻ കേണപേക്ഷിച്ചു. അപ്പൻ ചെയ്തത് എന്താണെന്നറിയോ ദൈവജനമേ? അവനെ മകനാക്കി സ്വീകരിച്ച് കയ്യിൽ മോതിരമണിയിച്ചു, നല്ല തുണി അണിയിച്ചു, നല്ല ചെരുപ്പ് ധരിപ്പിച്ചു. എന്നിട്ട് അപ്പൻ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി കേൾക്കണോ? കൊഴുത്തതിനെ നോക്കി ഒരെണ്ണം കൊന്നു. എന്തിനാണെന്നറിയോ? എൻ്റെ മകൻ പല്ലിന് പണിയില്ലാതെ വന്നിരിക്കുക, അതുകൊണ്ട് അവന് പല്ലിന് പണി കൊടുത്തു ദൈവം, പിതാവ്. ശരിയാണോ? കൊഴുത്തതിനെ നോക്കി കൊന്നോ? ഇറച്ചിയെപ്പോലെ പല്ലിന് പണിയുള്ള വേറെ വല്ലതുണ്ടോ പ്രിയപ്പെട്ടവരെ? നഷ്ടപ്പെട്ട് ദൈവം തിരിച്ചു തരും കേട്ടോ. നഷ്ടപ്പെട്ട സൗഭാഗ്യം ദൈവം തിരിച്ചു തരും. ഞാൻ ദൈവനാമത്തിൽ പറയുക, നേരത്തെ ബെന്നച്ചൻ ഇവിടെ കൈപൊക്കിച്ചില്ലേ, കടബാധ്യതയുള്ളവർ കൈപൊക്കാൻ. ഒരു 90% ദൈവമക്കൾ കൈപൊക്കി. ചില സിസ്റ്റേഴ്സും കൈപൊക്കുന്ന കണ്ടു. കാരണം എന്താണെന്നറിയോ? അവരുടെ ജീവിതത്തിൻ്റെ കടബാധ്യതയല്ല, അവർക്കൊന്നും വേണ്ട പ്രിയപ്പെട്ടവർ. എല്ലാം ഉച്ഛിഷ്ടമായിട്ട് പാവങ്ങൾ വന്നിരിക്കുക, യേശുവിൻ്റെ മണവാട്ടി പദം സ്വീകരിച്ച് വന്നിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടോ. ഞാൻ ഉറപ്പായിട്ട് പറയുക, അവരുടെ കടബാധ്യതയല്ല. ഞാൻ ശ്രദ്ധിച്ചു, അവിടെ നിന്നിട്ട് ഒരു കന്യാസ്ത്രീ കൈപൊക്കി. ആ സിസ്റ്ററുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നെങ്കിൽ വീട്ടിലുള്ളവർക്കുണ്ടാകാം കടബാധ്യത, അല്ലെങ്കിൽ പപ്പയ്ക്കും മമ്മിക്കും ഉണ്ടാകാം, ആങ്ങളമാർക്കുണ്ടാകാം. കോൺവെന്റിലേക്ക് വന്നിട്ടും വീടിനെ കുറിച്ച് ടെൻഷനൊക്കെ ഉണ്ടാ പാവങ്ങൾക്ക്. വിട്ടും ദൈവം വീട്ടും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് കേട്ടില്ലേ? സങ്കീർത്തനം 37:25. ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ ഞാൻ വൃദ്ധനായി. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അവൻ ഉദാരമായി ദാനം ചെയ്യും, അവൻ കടം കൊടുക്കും, വാങ്ങേണ്ടി വരില്ല. ഈ പ്രവചനം വിശ്വസിച്ച ദൈവമക്കളെ, നിങ്ങൾ കടം കൊടുക്കുന്നവരായിട്ട് മാറും. ഈ കണ്ണീരൊക്കെ മാറുന്നേ, നിങ്ങളുടെ ഈ സങ്കടമൊക്കെ മാറുന്നേ. ഒന്ന് നേരത്തെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി മക്കളിരുന്ന് കണ്ണീരൊക്കെ ഞാൻ കണ്ടു. ഈ പാപിയായ എൻ്റെ മനസ്സലിഞ്ഞെങ്കിൽ ദൈവം, പരിശുദ്ധനായ കർത്താവ്, നിങ്ങൾക്ക് വേണ്ടി മരിച്ച ദൈവം, അവൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും പ്രിയപ്പെട്ടവരെ. മറിയത്തിൻ്റെ കണ്ണീര് കണ്ടപ്പോഴാ ദൈവം ലാസറിനെ ഉയർപ്പിച്ച് എന്ന് നിസ്സംശയം ഞാൻ പറയാം.
ഹെസക്കിയ കരയുന്ന കണ്ടപ്പോഴാണ് 15 കൊല്ലം ആയുസ് നീട്ടിക്കൊടുത്തതെന്ന് എനിക്ക് പറയാൻ പറ്റും. സൂസന്ന കരഞ്ഞപ്പോഴാണ് മരണത്തിൽ നിന്ന് അവളെ രക്ഷിച്ചത്. ഹെസക്കിയ കരഞ്ഞപ്പോഴാണ് ആയുസ് നീട്ടിക്കൊടുത്തതെങ്കിൽ, ഹന്ന കരഞ്ഞപ്പോഴാണ് കുഞ്ഞിനെ കൊടുത്തതെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കള്, ഈ ഹൈദരാബാദിൽ ഈ ആലയത്തിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കള് പൊട്ടിക്കരയണം ദൈവത്തിൻ്റെ മുമ്പിൽ, പാപത്തെ ഓർത്തും നമ്മുടെ ദുഃഖങ്ങളെ ഓർത്തൊക്കെ. ഒന്നെഴുന്നേറ്റ് നിൽക്കാം നമ്മൾ. ഇനിയുള്ള സമയം ആരാധനയാണ് മക്കളെ. ഈശോ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുക. ആരാധനയിൽ ഒത്തിരി അത്ഭുതങ്ങൾ ഞാൻ 25 വർഷം വചനപ്രസംഗത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. രോഗികൾ സൗഖ്യപ്പെടും. ഇവിടെയും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് രോഗി നിൽപ്പില്ലേ, സൗഖ്യം തരും കേട്ടോ ദൈവം. കൗണ്ട് കുറവ്, ഗർഭപാത്രത്തിൽ അസ്വസ്ഥത, കുഞ്ഞില്ല, ദൈവം തരും കുഞ്ഞിന്. ഗാഗുൽത്ത ധ്യാന മന്ദിരത്തിൽ ഒരു വെള്ളിയാഴ്ച അവിടെ ഒരു തൊട്ടിൽ പണിതിട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ അവിടെ വന്ന് 4, 5, 6 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ അവിടെ വന്ന് അനുഗ്രഹ വെള്ളിക്കും മറ്റു വെള്ളിക്കും പ്രാർത്ഥിച്ച് കുഞ്ഞിനെയും കൊണ്ടുവരുന്ന സാക്ഷ്യങ്ങൾ. ആ തൊട്ടിൽ തൻ്റെ പൊന്നു കുഞ്ഞിനെ ബെന്നിച്ചം വാങ്ങി ഒന്ന് കിടത്തും. പ്രിയപ്പെട്ടവർ, അമ്മയപ്പൻ അവിടെ നിന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാർ, മധ്യവയസ്കർ, മക്കളില്ലാതെ വേദനിക്കുന്നവർ, ദൈവം അത്ഭുതം പ്രവർത്തിക്കും കേട്ടോ. നീ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത വിധം ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയും. ഇതിൻ്റെ നടത്തിപ്പുകാർക്ക് വേണ്ടി ഞാൻ ഒത്തിരി നന്ദി പറയാം. ആ ആക്ഷൻ ഗ്രൂപ്പിന് വേണ്ടി ഒത്തിരി നന്ദി പറയാം കേട്ടോ. നാളെ ഒത്തിരി പേര് വരണം ദൈവമക്കളെ. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈശോനെ വെച്ച് നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കണം. ആരാധന തീർച്ചയായിട്ടും സൗഖ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആരാധനയെ മാറുന്നു. അപ്പം ഓർപ്പിക്കുന്നു, 5:30 മുക്കാൽ മണിക്കൂർ ആരാധന നടത്തും. ആരാധന കഴിയുമ്പോൾ നമ്മൾ ഈ വചനകൂടാരം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പറ്റുന്ന മക്കൾ 5 മിനിറ്റ് നിൽക്കണം. നമ്മൾ ഓരോ കസേരയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും നാളെ വർക്കിംഗ് ഡേ അല്ല, അനേകർക്ക് വരാൻ സാധിക്കും. പക്ഷേ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വരുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കും. അപ്പോൾ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ 5 മിനിറ്റ് ജെറീക്കോ പ്രാർത്ഥന പോലെ സാധിക്കുമെങ്കിൽ എല്ലാ മക്കളും നിൽക്കുക. ആരാധന കഴിയുമ്പോൾ ഈ വചനകൂടാരവും കസേരയും നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കും. നാളെ ആയിരങ്ങൾ കടന്നു വരാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന കഴിയുമ്പോൾ എല്ലാവരും 5 മിനിറ്റ് നിൽക്കണമെന്ന് ഓർപ്പിക്കുന്നു. തീർച്ചയായിട്ടും നാളെ കൈവ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഒപ്പം കുമ്പസാരിക്കാൻ നാളെ രാവിലെ മുതൽ സൗകര്യം ഉണ്ടാവും. ജോമിഷ്ടച്ചനും മറ്റച്ഛനും പിന്നെ ബാക്കി അച്ഛന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നാളെ കുമ്പസാരിക്കാൻ സൗകര്യം ഉണ്ടാകും. വീണ്ടും കൗൺസിലിംഗ് ആവശ്യമുള്ളവർ ഇന്ന് പേര് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിംഗ് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചാൾസ് പാടുന്ന പാട്ടിൻ്റെ CD നിങ്ങൾക്ക് അവിടെ വാങ്ങിക്കാൻ കിട്ടും. വലിയ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തൊന്നുമല്ല, നിങ്ങൾക്ക് പാടാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ പാടുന്ന പാട്ടിൻ്റെ CD നിങ്ങൾക്ക് അവിടെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ഞാൻ എഴുതിയ ഗാഗുൽത്ത ധ്യാനകേന്ദ്രത്തിൻ്റെ കൂടെ നടക്കുന്ന അത്ഭുതത്തെക്കുറിച്ച് അപ്പുറമായിട്ടും ഗാഗുൽത്ത കുരിശിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് അവിടെ കിട്ടുമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓ പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മൾ ചെയ്യുന്ന നമ്മുടേതായ വ്യക്തിപരമായ എല്ലാ ബന്ധനങ്ങളും എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സൗഖ്യത്തിൻ്റെ പ്രാർത്ഥിക്കും. നാളെയും നാളെ കഴിഞ്ഞും പ്രത്യേക ഓരോ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുണ്ട്. അപ്പം വ്യത്യസ്തമായ തടസ്സങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. തൊട്ടുമുന്നേ സണ്ണി പറഞ്ഞില്ലേ, നിങ്ങളല്ലെങ്കിൽ ഞങ്ങളുടെ സൈറ്റിൽ പോകാം. അല്ലെങ്കിൽ ആ CD നിങ്ങൾക്കത് കുറേ സാക്ഷ്യങ്ങളൊക്കെ കിട്ടും. ആ പാട്ടിൻ്റെ CD അനേകം മക്കൾ എല്ലാ വെള്ളിയാഴ്ചയോടെ കടന്നു വരും പ്രാർത്ഥിച്ച് മക്കളെ കിട്ടുമ്പോൾ. വിവാഹത്തിൻ്റെ മേഖലയിൽ പ്രാർത്ഥിക്കും. വിവാഹം നടന്നു കഴിയുമ്പോൾ, ജോലിയുടെ തടസ്സം മാറിക്കഴിയുമ്പോൾ, വിസ തടസ്സം മാറിക്കഴിയുമ്പോൾ, അതുപോലെ അവിടെ ആയിരങ്ങൾ കർത്താവ് വിടുതൽ കൊടുക്കുന്നുവെങ്കിൽ ഇവിടെയും ഈ ആരാധനയ്ക്കും നാളെ കഴിഞ്ഞും ആ അനുഭവത്തിലേക്ക് കടന്നു പോകണം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങും. മറക്കരുത്. ജപമാല ചൊല്ലും വരാൻ എനിക്കറിയാം. ഞാനിവിടെ പണ്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ആയിരങ്ങൾ പങ്കെടുത്ത കൺവെൻഷനാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ ദൈവം നാളെ ആയിരങ്ങളെ കൊണ്ട് വരണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഈ ആരാധനയിൽ ഇന്ന് വരാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നാളെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുട്ടമേൽ നിന്നുകൊണ്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ മധ്യയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ പാടി ആരാധിക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്.
ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ എന്നുള്ള ഗാനത്തിൻ്റെ വരികൾ ഒന്ന് ചേർന്ന് പാടി വലിയ അഭിഷേകത്തിലേക്ക് തുടർന്നുള്ള ആരാധനയിലൂടെ നല്ല ദൈവം നമ്മുടെ ജീവിതങ്ങളെ നയിക്കട്ടെ. നമുക്ക് പാടി പറയാം. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കരങ്ങളടിച്ച് ആരാധിച്ച് നീ പാടുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. കണ്ണ് തുറന്ന് പിടിക്ക്. നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി കർത്താവ് കടന്നു വരുന്നു. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ചേർന്ന് പാട് ഞങ്ങൾ പാടി പ്രാർത്ഥിച്ചേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. യേശുവേ, ഞങ്ങളുടെ മുന്നിലേക്ക് വരണേ. അപ്പത്തിന്റെ രൂപത്തില് ഞങ്ങളെ അനുഗ്രഹിക്കാൻ വരണേ എന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ സ്വാഗതം ചെയ്യാം. ദൈവം വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും പ്രിയപ്പെട്ടവരെ. ദൈവം വന്നു കഴിഞ്ഞാൽ ദുഃഖങ്ങൾ മാറും. ദൈവം വന്നു കഴിഞ്ഞാൽ സങ്കടങ്ങൾ മാറും. യേശുവിനെ ക്ഷണിക്കാം നമുക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം. ചേർന്ന് പാടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. വലിയ പ്രതീക്ഷയോടെ ഹല്ലേലൂയ ഗീതം പാടിടാം. വലിയ പ്രത്യാശയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. വരണ ദൈവമേ, ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ. അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടാം. വലിയ നീരുറവ പൊട്ടി പുറപ്പെടട്ടെ. വിശ്വാസത്താൽ ആരാധിക്കുന്നേ. അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ദൈവമേ, നിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന നിന്റെ മക്കളെ നീ ഇപ്പൊ കാണണേ നാഥ. നീ ഒന്ന് തൊട്ടാൽ മതി ഈശോയെ. അൾത്താരയിൽ നിന്ന് ശക്തി അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിന്റെ ശക്തി അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് സ്വാഗതം ചെയ്യട്ടെ ദൈവത്തെ. സിറഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. എല്ലാവരും കണ്ണ് തുറന്ന് സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ദൈവത്തെ എത്തി നോക്കുക. സിറഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. എല്ലാ കണ്ണുകളും ഈശോയിലേക്ക്. സ്വന്തം മക്കൾ ആരാധിച്ചിടും. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ. അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. സങ്കടത്തോടെ പറയേശുവിനോട് വിശ്വാസത്താൽ ആരാധിക്കുന്നേ. രക്ഷിക്കണേ. അന്ന് ഞങ്ങൾ മുഖം കണ്ട് കരങ്ങൾ ഉയർത്തിയടിച്ചേ ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ. കെട്ടുകൾ അഴിക്കണേ യേശുവിനെ ആരാധിക്കുന്നേ. കഷ്ടപ്പാട് ഏറ്റെടുക്കണേ. ഞങ്ങൾ ആരാധിക്കുന്നേ. സങ്കടങ്ങൾ നീക്കണേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ശക്തിയോടെ ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയുങ്കൾ. കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയുങ്കൾ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയുങ്കൾ. കൈകൾ താഴ്ത്തി. കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയുങ്കൾ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയുങ്കൾ. കണ്ണടച്ച് മൺകുടമുടയും തീ കത്തിയിടും ആരാധനയുങ്കൾ. ദാഹത്തോടെ കണ്ണുകൾ മാറും ക്ഷീണം മാറും ആരാധനയുങ്കൾ. മൺതകരും പാതകൾ ഒഴിയും ആരാധനയുങ്കൾ. ഒന്നത്തോട് യേശുവേ. ഒന്നത്തോട് നിന്റെ മക്കളെ അനുഗ്രഹിക്കുക. ആരാധന എഴുന്നേറ്റുന്ന പാടാം. എല്ലാം നമുക്ക് എഴുന്നേറ്റുന്ന ആരാധന എഴുന്നേറ്റുന്ന ശക്തിയോടെ കരങ്ങൾ പാട്. ആരാധന 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 ആരാധന. കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാവരും ആരാധന 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 ആരാധന
ആരാധന എല്ലാവരും ആരാധന അനുതാപം തരണേ, പാപബോധം തരണേ ഈശോയെ, പാപബോധം തരണേ. ആരാധന 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 ജീവനോട് കരപിടിച്ച് ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ. കരങ്ങളെ ഉയർത്തി ശ്രദ്ധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ, വലിയ ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നു 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 ശ്രദ്ധിക്കുന്നു. ദൈവമേ ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. എല്ലാ മക്കളും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കണ്ണ് തുറന്ന് ഈശോയെ നോക്കാം. ധ്യാന കൺവെൻഷന്റെ ആദ്യ ദിവസം ഇവിടെ അവസാനിക്കുമ്പോൾ ദൈവത്തോട് കൂടിയായിരുന്നുകൊണ്ട്, ദൈവത്തിന് ശക്തി സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിന് സൗഖ്യം സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിന് അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട്, ദൈവം തന്നെ വിടുതൽ സ്വീകരിച്ചുകൊണ്ട് ഈ ഭവനങ്ങളിലേക്ക് പോകണം എങ്കിൽ പ്രിയമുള്ളവർ, ആദ്യ ദിവസമായി ഇന്ന് ഈ സമാപനത്തിൽ നിന്നെ തന്നെ സമർപ്പിക്കാം. നിന്റെ വേദനകൾ, ദുഃഖങ്ങളെല്ലാം സമർപ്പിക്കാം. ഓർഗയുടെ താള ലയത്തിലെ ശാന്തമായി നീ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. നിൻ്റെതായ എല്ലാ ദുഃഖങ്ങളും സമർപ്പിക്കുക. പ്രതികൂല സാഹചര്യങ്ങൾ ഇന്ന് നീ ആരെ അനുഭവിക്കുന്നു. നമ്മുടെ ദേശത്ത് നിന്ന് ഈ ദേശത്തേക്ക് കടന്നു വന്നു. ഒത്തിരി പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കർത്താവ് നിന്നെ കൈ പിടിച്ച് നടത്തി കൊണ്ടുപോയി വളർത്തിയ അനുഭവം ഏറെ നിനക്കുണ്ട്. എങ്കിൽ വീണ്ടും പ്രിയമുള്ളവരെ, ഇപ്പോൾ നീ അനുഭവിക്കുന്ന വ്യത്യസ്തമായ പ്രതികൂലങ്ങള്, വ്യക്തിപരമായ പ്രതികൂലങ്ങളാകാം, കുടുംബത്തിന്റെ പ്രതികൂലങ്ങളാകാം, അത് നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം ഭാവിക്കാനെന്ന് സങ്കീർത്തനം 34:6 ഇപ്രകാരം വായിക്കുന്നു. സങ്കീർത്തനം 34:6 ഇപ്രകാരം വായിക്കുന്നു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നീ നിലവിളിക്കുമ്പോൾ നിന്റേതായ എല്ലാ കഷ്ടപ്പാടും, നിന്നെ തളർത്തുന്ന എല്ലാ അവസ്ഥകളും ദൈവസന്നിധിയിലേക്ക് നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിലവിളിക്കുമ്പോൾ നിന്റെ നിലവിളി കേട്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ വചനത്തെ യോഗ്യതയാൽ ഈ വചനം ഏറ്റു ചൊല്ലി, ഏറ്റു പറഞ്ഞുകൊണ്ട്, ഏറ്റു പ്രാർത്ഥിച്ചുകൊണ്ട് നീ സൗഖ്യം പ്രാപിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇടത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലതെ ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 34:6. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും കർത്താവ് അവനെ രക്ഷിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ കർത്താവ് രക്ഷിക്കും. വീണ്ടും നീ വിശ്വസിക്കുക, കർത്താവ് നിന്റെ കഷ്ടപ്പാടുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. വചനം പറയുകയാണ്, കർത്താവിന്റെ ദൂതൻ ദൈവഭക്ത ചുറ്റും പാളയം വെച്ച് അവനെ രക്ഷിക്കും. ഈ ദൈവത്തെ സന്നിധിയിലേക്ക് നീ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. എന്തെന്നാൽ നീ അവനെ ആശ്രയിക്കുന്നത്, നീ അവനിൽ ആശ്രയിക്കുന്നത്. സങ്കീർത്തനം 33:17-18 പ്രകാരം പറയുകയാണ്, പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വൃദ്ധമാണ്, അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കാൻ കഴിയില്ല. കറക്റ്റാ. പടക്കുതിരയ്ക്ക് അവനെ രക്ഷിക്കാൻ പോലും സാധിക്കില്ല. വീണ്ടും വചനം പറയുന്നു, ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, നീ ദൈവത്തിൽ കൈതാത്തിട്ടുള്ളൂ, നീ ദൈവത്തിൽ പ്രത്യാശ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. എങ്കിൽ കണ്ണടച്ച് പിടിച്ച്, ഈ ദൈവം നാളെയല്ല ഇന്ന്, ഈ ആരാധന നിമിഷത്തിൽ തന്നെ കർത്താവ് നിന്നെ രക്ഷിക്കാൻ പോകുന്നു. ജീവിതത്തിൽ സൗഖ്യമായി കടന്നു വരാൻ പോകുന്നു. രോഗങ്ങളിൽ സൗഖ്യമായി കടന്നു വരാൻ പോകുന്നു. ഇനി ഉറച്ച് വിശ്വസിക്കുക. എങ്കിൽ ഈ വചനം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 33:18.
ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. എന്റെ കഷ്ടപ്പാടുകളിലും എന്റെ ദുഃഖങ്ങളിലും എന്റെ തകർച്ചകളിലും എന്റെ അടിമത്തത്തിലും എന്റെ ആസക്തിയിലും നീ രക്ഷകനായി കടന്നു വന്ന് അനുഗ്രഹിക്കുമെന്ന് എന്റെ കർത്താവേ, നിലവിളിക്ക് ഉത്തരം നൽകുന്നവനെ, നിലവിളിക്ക് ഉത്തരം നൽകുന്നവനെ, എന്റെ ദുഃഖങ്ങളിലേക്ക്, എന്റെ ക്ലേശങ്ങളിലേക്ക്, എന്റെ വേദനകളിലേക്ക് നീ കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം പ്രിയമുള്ളവരെ, ആരും കണ്ണു തുറക്കരുത്. എൻ്റെ കഷ്ടപ്പാടും വേദനയും സമർപ്പിച്ച് ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കാൻ പോകും. ആരും കണ്ണു തുറക്കരുത്. എങ്കിൽ നിന്റെ കഷ്ടപ്പാടുകളിൽ നീ നിന്റെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരമായി കടന്നു വരുമെങ്കിൽ ഇന്നും നാളെയും എല്ലാ മക്കളും കരങ്ങൾ ഹൃദയത്തോ ചേർത്ത് വെച്ചോളൂ. ഇന്ന് ഈ നിമിഷവും നാളെ കഴിഞ്ഞും ഈ കഷ്ടപ്പാടുകളും വേദനകളെല്ലാം ഓരോന്നും ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിടുതലും സൗഖ്യം പ്രാപിക്കാൻ പോവാം. കടബാധ്യത നിങ്ങൾ കരങ്ങൾ ഉയർത്തി തീർച്ചയായിട്ടും അതിനുവേണ്ടി നാളെയാണ് പ്രാർത്ഥന. ഒപ്പം ഏതെങ്കിലും രോഗപീഠകളാൽ വേദനിക്കുന്ന വ്യക്തിയാണ്, ഈ കൺവെൻഷനിലൂടെ എനിക്ക് രോഗസൗഖ്യം വേണം, ആരും കണ്ണു തുറക്കരുത്. രോഗസൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് അച്ഛൻ പറയുമ്പോൾ ആ മക്കൾ ആ രോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ആരും കണ്ണു തുറക്കരുത്. എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഈശോ സൗഖ്യമായി കടന്നു വരണം. നിൻ്റെ ജീവിതത്തിലല്ല, നീ മറ്റ് ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയാക്കാം, അതിലേക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കണ്ണു തുറക്കരുത്. ഏതെങ്കിലും രോഗപീഠകളിൽ നിന്നും നീ സൗഖ്യമാകിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിൻ്റെ രോഗം സമർപ്പിച്ചുകൊണ്ട് വലതുരമയത്തി നീ ഈശോയ്ക്ക് സമർപ്പിക്കുക. ഏതെങ്കിലും രോഗപീഠകളിൽ നിന്ന് സൗഖ്യം വേണമോ ആ മക്കൾ ഒന്ന് വലതുരമയത്ത്. കണ്ണു തുറക്കരുത്, കണ്ണു തുറക്കരുത്. ഇപ്പോൾ നിന്റെ രോഗം ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. കണ്ണു തുറക്കരുത്. ആ രോഗപീഠകളിൽ നിന്നും നിന്റെ ദൈവം ഇന്ന് അല്ലെങ്കിൽ നാളെ കർത്താവ് സൗഖ്യം തരും. നീ വിശ്വസിക്കുക. ഏത് രോഗപീഠകളാണെങ്കിലും ഇപ്പോൾ നീ ഏറ്റു പറയുമ്പോൾ തന്നെ കർത്താവ് നിനക്ക് സൗഖ്യം തരുന്ന നീ കാണുക. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. നീ ഏറെ പ്രാർത്ഥിച്ചു, ഒത്തിരി ദുഃഖമായിട്ട് പല ധ്യാനത്തിൽ പങ്കെടുത്തു, മക്കളില്ലാതെ വേദനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എങ്കിൽ ഈ ധ്യാനത്തിലൂടെ മക്കളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. മക്കളില്ലാതെ വേദനിക്കുന്ന സഹോദരന്മാർ ദമ്പതിമാരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താം. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്ത്, കരങ്ങൾ വീശ്, അവർക്കൊണ്ട് പ്രാർത്ഥിക്കുക. കരങ്ങൾ താത്തിട്ട് ഈ കൺവെൻഷൻ വെളിച്ചത്തിൽ ഒരു കുഞ്ഞിനെ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു, ആ മക്കളും പ്രാർത്ഥിച്ചോളൂ. വീണ്ടും പ്രിയമുള്ളവരെ, വിവാഹം നടക്കുന്നില്ല, ഏറെ പ്രാർത്ഥിച്ചു, വിവാഹത്തെ തടസ്സം അനുഭവിക്കുന്നു, അതുപോലെ എൻ്റെ ജീവിതത്തിൽ വിവാഹം വേർപെട്ടുപോയി. ഈ രണ്ടു മേഖലയുള്ള മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ മക്കൾ ഒന്ന് കൈ ഉയർത്താമോ? ആരും കണ്ടു തുറക്കരുത്. വിവാഹം നടക്കാത്ത മക്കൾ, വിവാഹം നടക്കാത്ത യുവ സുഹൃത്തുക്കൾ, വീണ്ടും വിവാഹം ഡിവോഴ്സായ മക്കൾ കൈ ഉയർത്ത് അവർക്കൊണ്ട് പ്രാർത്ഥ്യം. കൈ താത്തിട്ട്, ഞാൻ ആഗ്രഹിക്കുന്ന ജോലി കിട്ടിയില്ല, എന്നും ജോലി തടസ്സം അനുഭവിക്കുന്നു, ആ മക്കൊന്ന് കൈ ഉയർത്ത്. എന്നും ജോലി തടസ്സം അനുഭവിക്കുന്നു, ആഗ്രഹിക്കാൻ ജോലി കിട്ടിയിട്ടില്ല, കൈ ഉയർത്ത്, കൈ താത്തിട്ട്. വീസ തടസ്സം അനുഭവിക്കുന്നു, പലതവണ പല രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോകാൻ ഞാൻ ആഗ്രഹിച്ചു, എനിക്ക് വീസ തടസ്സം അനുഭവിക്കുന്നു. ആ വീസ തടസ്സം അനുഭവിക്കുന്ന മക്കൾ ഒന്ന് കൈ ഉയർത്തി. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കൈ താത്തിട്ട്. എത്ര പഠിച്ചിട്ടും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പഠനം ഒരു തടസ്സമായി, ബന്ധനമായി എനിക്ക് അനുഭവിക്കുന്നു. പഠനത്തിൻ്റെ മേഖലയിൽ ഒരു വിടുതൽ എനിക്ക് വേണം. ആ മക്കളൊന്ന് കൈ ഉയർത്ത്. പഠനത്തിൻ്റെ മേഖലയിൽ ഒരു വിടുതൽ വേണം. മക്കളെ കൈ ഉയർത്ത്. വീണ്ടും കൈ താത്തിട്. ഇങ്ങനെ ഓരോ മേഖല
നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ കർത്താവ് അനുഗ്രഹിക്കും. ഭവനമില്ലാതെ ഏറെ വേദനിക്കുന്നു, എന്നും വാടക വീടാണ്, വാടക വീടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ അവസ്ഥ. ഏതായാലും ഒരു ഭവനമില്ലാത്തൊരു വ്യക്തിയാണ്. ഭവനത്തോട് ഞാൻ ആഗ്രഹിക്കുന്നു. ആ മക്കളൊന്ന് കരങ്ങൾ ഉയർത്തി. ഭവനമില്ലാത്ത മക്കളൊന്ന് കൈ ഉയർത്ത്, കൈ ഉയർത്ത്, കൈ ഉയർത്ത്, കൈ ഉയർത്ത്. വീണ്ടും കൈ താത്തിട്. ബിസിനസ്സിൻ്റെ തകർച്ച അനുഭവിക്കുന്ന മക്കൾ, ഫാക്ടറിയുടെ തടസ്സം അനുഭവിക്കുന്ന മക്കൾ, ഫാക്ടറി ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ബിസിനസ് തകർന്നിരിക്കുന്നു. ആ മക്കളിൽ നിന്ന് കരങ്ങളുയർത്തി, ആ മക്കളിൽ നിന്ന് കരങ്ങളുയർത്തി. കരങ്ങൾ താത്തിട്ടുള്ളൂ. ഇതിന് തുല്യങ്ങളായ പലതും ഞാൻ അനുഭവിക്കുന്നു. അങ്ങനെ മറ്റേതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ ആ മക്കളിൽ നിന്ന് കരങ്ങളുയർത്ത്, കൈ താത്തിട്. കണ്ണ് തുറന്ന് നിങ്ങളിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം എഴുതണം. നാളെ കാലത്ത് വരുമ്പോൾ അത് എഴുതി കൊണ്ടുവരണം. അച്ഛൻ നാളെ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഞങ്ങൾ മുഴുവൻ ടീമംഗങ്ങളും താമസ വീട്ടങ്ങളും എല്ലാവരും ഞങ്ങൾ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാൻ തീരുമാനം എടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ദൈവത്തിന് പ്രാർത്ഥിക്കും. അപ്പം ഞങ്ങൾ ആ സഹോദരൻ ജോൺസൻ്റെ വീട്ടിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണം. 2 കാര്യത്തിന്, ഈ പറഞ്ഞ നിയോഗത്തിന് മുഴുവനും വേണ്ടിയും. നാളെ കഴിഞ്ഞ് പ്രത്യേകം പ്രാർത്ഥനയിലൂടെ ഇതിൻ്റെ ഉള്ള ബന്ധനമെല്ലാം അഴിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഇനിയും ആയിരങ്ങൾ വരാനുണ്ട്, അവർ വരാൻ വേണ്ടിയും. അപ്പോൾ തന്നെ പറയുമ്പോൾ നാളെ അച്ഛൻ പ്രത്യേകിച്ച് പങ്കുവെക്കുന്നതായിരിക്കും. ചില പ്രത്യേക രോഗപീഠകളൊക്കെ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഒന്നൊന്നായി കടന്നു വരും. അത് ഈശ്വര പക്കലേക്ക് സമർപ്പിക്കണം. പാരമ്പര്യ രോഗങ്ങൾ, വൈദ്യശാസ്ത്രത്തിൽ ഫാബ്രിക് ഡിസീസ് എന്നൊക്കെ പറയും, ജനറ്റിക് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയും. അത് വൈദ്യശാസ്ത്രം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ ദൈവത്തിന്, നമ്മുടെ കർത്താവിനെ അതിന് വിടുതൽ തരാൻ പറ്റും. നീ ഡയബറ്റീസ് രോഗമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കും, നിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും പ്രമേഹ രോഗമുണ്ടോ എന്ന്. പാരമ്പര്യം. ഇങ്ങനെ ഒത്തിരി പാരമ്പര്യ രോഗങ്ങളുണ്ട്. അപ്പം നാളെ കഴിഞ്ഞും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അനേകരെ കർത്താവ് വിടുതൽ വരും. അതുപോലെ തന്നെ കുടുംബത്തിലേക്ക് ഇതിനെപ്പറ്റി അച്ഛൻ നാളെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. നാളെ അങ്ങനത്തെ ചില പ്രത്യേക വിടുതൽ രോഗങ്ങൾ സൗഖ്യ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ പറയുമ്പോൾ വരെ ചില സമാന തുല്യങ്ങളായ പലതും കുടുംബങ്ങൾ ഒന്നൊന്നായി സംഭവിക്കും. ചില കുടുംബങ്ങൾ പുരുഷന്മാർക്ക് ആയുസ്സുണ്ടാവില്ല, സ്ത്രീകൾക്ക് ആയുസ്സുണ്ടാവില്ല. ചില കുടുംബങ്ങൾ ആത്മഹത്യകൾ ഒന്നൊന്നായി സംഭവിക്കും. കുടുംബത്തിൽ ചില അസാധാരണ മരണങ്ങൾ, അകാല മരണങ്ങൾ, ചില രോഗപീഠകൾ. അപ്പോൾ അങ്ങനെ പൊതുവായ ചില സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ നാളെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് ചെയ്യേണ്ടത്, അച്ഛൻ നിങ്ങൾ പറഞ്ഞത് ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ഒരുങ്ങി വരാനാ. നാളെ കഴിഞ്ഞും പ്രത്യേക ശുശ്രൂഷകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം സമർപ്പിച്ച് ഈശ്വര പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്തെന്നാൽ നാഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. നാഹൂം 1:7. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗമാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത ഈശ്വര പക്കലേക്ക് സമർപ്പിക്കണം. എന്നാൽ കർത്താവ് പറയുന്നു, കർത്താവ് നല്ലവനാണ്, കഷ്ടതയുടെ നാളിൽ അഭയദുർഗമാണ്. അഭയദുർഗമാണ്, എല്ലാത്തിനും ഉത്തരമാണ്, എല്ലാത്തിനും ശക്തി സ്രോതസ്സാണ്. അവൻ നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നീ പ്രാർത്ഥിച്ചാൽ അവൻ അഭയദുർഗമാണ്. എന്തെന്നാൽ വചനം പറയുന്നു, തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടെ നിന്ന് അറിയുന്നു. ഹല്ലേലൂയ. തന്നിൽ ആശ്രയിക്കുന്ന അവിടെ നിന്ന് അറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ സൗഖ്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് അഭയദുർഗമാണെങ്കിൽ, ശക്തിദുർഗമാണെങ്കിൽ, ആ ശക്തിദുർഗമായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അനുഗ്രഹം ഭാവിക്കാൻ പോവുക. അവനിൽ ആശ്രയിക്കണം. അവനിൽ ആശ്രയിച്ചുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ബന്ധനങ്ങളും തകർച്ചകളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈശ്വരനെ അനുഗ്രഹിക്കും. എങ്കിൽ വചനം ഏറ്റവും പ്രാർത്ഥിക്കാം. ഇടത് ഹൃദയത്തോ ചേർത്ത് വെച്ചുകൊണ്ട് വലതുകൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തിയോട് പ്രാർത്ഥിക്കണം. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടെ നിന്ന് അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. എന്റെ
കഷ്ടപ്പാടുകളിൽ, എന്റെ വേദനകളിൽ അങ്ങ് ശക്തിയായി, അനുഗ്രഹമായി, അഭയമായി, വിടുതലായി കടന്നു വരുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി എല്ലാ മക്കളും ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിന്റെ കഷ്ടപ്പാടും വേദനയെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശക്തിയോടെ സ്തുതിക്കാൻ പോവാ, ശക്തിയോടെ സ്തുതിക്കാൻ പോവാ. ഈ സ്തുതിയുടെ നിമിഷത്തിൽ തന്നെ നീ വിശ്വസിക്കണം, നിന്റെ കഷ്ടപ്പാടുകൾ താമാറ്റി അനുഗ്രഹിക്കും. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതികൾ ഉയരട്ടെ. ദൈവസന്നിധിയിലേക്ക് നീ നിന്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്ക്. അനുഗ്രഹം ഭാവിക്കട്ടെ, അഭിഷേകം സ്വീകരിക്കട്ടെ, ശക്തി സ്വീകരിക്കട്ടെ, ശക്തി സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കരങ്ങൾ ദൈവത്തെ ചേർത്ത് വെച്ച കണ്ണ് തുറന്ന് ഈശോയെ നോക്കി. ഇതാ നിനക്ക് വേണ്ടി കർത്താവ് ഉയർത്തിയ പന്തല്. ഇതൊരു ബെത്സയിദ കുളക്കരയായി മാറാൻ പോകുന്നു. 38 വർഷക്കാലം ബെത്സയിദ കുളക്കരയിൽ കിടന്ന് രോഗിയായ വ്യക്തിയുടെ അടുത്തേക്ക് ഈശോ കടന്നു വന്നുകൊണ്ട് സൗഖ്യം കൊടുത്തുവെങ്കിൽ, പ്രിയമുള്ളവർ, നിന്റെ കഷ്ടപ്പാടും നിന്റെ ദുഃഖവും നിന്റെ നിരാശയും ജോലിയില്ലാത്ത അവസ്ഥയും എന്ത് നിന്നെ തളർത്തുന്നോ തകർക്കുന്നോ അതിലേക്ക് ഈ ദൈവം ജീവിക്കുന്ന കർത്താവെ കടന്നു വന്നുകൊണ്ട് അനുഗ്രഹമായി മാറാൻ പോവുക. എങ്കിൽ അവനെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നീ ഇപ്പോൾ പാടി പ്രാർത്ഥിച്ചുകൊണ്ട് സൗഖ്യം ലഭിക്കാൻ പോകുന്നു. യേശു നാമം വിളിച്ചപേക്ഷിക്കണം. കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ശക്തിയോടെ നീ നിന്റെ നിയോഗങ്ങള് ആവശ്യങ്ങള് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈശോ സൗഖ്യമായി മാറും. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ, കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. യേശുനാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്ക്. അനേക മക്കൾ കർത്താവ് സൗഖ്യമായി മാറാൻ പോകുന്നു. ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ, ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. എന്റെ ആശ്രയം, ആശ്രയറ്റ നേരമെന്റെ ആശ്വാസം. വാതൊന്ന് പാടി പ്രാർത്ഥിക്കും പ്രിയമുള്ളവരെ. എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. ആമേൻ, ആമേൻ. യേശുനാമം എന്റെ ആശ്രയം, ആശ്രയറ്റ നേരം എന്റെ ആശ്വാസം. എന്റെ മോചകാ ബെത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകലേ. എന്റെ മോചകാ. ശക്തമായി കരങ്ങളടിക്കട്ടെ, ശക്തമായി കരങ്ങളടിച്ച് കർത്താവേ, എന്റെ ഈ ദയനീയാവസ്ഥയിൽ നീയല്ലാതെ എന്നെ സൗഖ്യാൻ ആരുമില്ല കർത്താവേ. കടന്നു വരണമേ, സൗഖ്യമായി സമാധാനമായി കടന്നു വരണമേ. കരങ്ങൾ ശക്തിയായി അടിച്ചേ. എന്നെ ചുറ്റുമായിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. എന്നെ ചുറ്റുമായിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ഈശോയെ നോക്കിയേ. യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. കണ്ണടച്ച് ഈശോയെ മനസ്സിലോർത്ത് സൗഖ്യം ാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകലേ. എന്റെ മോചകാ. ഉയർത്തി അടിച്ചോണ്ട് ചെയ്ത കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകലേ. എന്റെ മോചകാ. കരങ്ങൾ താഴ്ത്തി ഈശോയെ നോക്കി, കണ്ണു തുറന്നു നോക്കി, ദാഹത്തോടെ പ്രാർത്ഥിച്ചു പാടാൻ ശ്രമിച്ചേ. അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, അടയാളങ്ങൾ ഉണ്ടാകട്ടെ. അനേകം കർത്താവ് സൗഖ്യമായി മാറുന്നു. ഇതാ കണ്ണടച്ച് പിടിച്ച് ശക്തിയോടെ പാടി പ്രാർത്ഥിക്ക്. ഇതാ നിന്റെ തീരുമാനങ്ങള് ദുഃഖങ്ങളെല്ലാം സമർപ്പിക്ക്. ദൈവം ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ബെത്സയിദ കുളക്കരയിൽ രോഗി പോലെ കടന്നു പോലെ ഇതാ നിന്റെ ജീവിതത്തിലേക്കും ആ രോഗാവസ്ഥയിലേക്ക് കർത്താവ് കടന്നതുപോലെ ഇതാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ചേർന്ന് പാട് പാടി പ്രാർത്ഥിക്ക്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. ചാട്ടവാറ് കൊണ്ട് പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെന്റെ നായകൻ. ചാട്ടവാറ് കൊണ്ട് പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെന്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അതിശക്തിയായിരുന്നു, അവൻ എന്റെ കോപത്തീയണച്ചു തന്നു. അവൻ ശാന്തനായിരുന്നു, അതിശക്തിയായിരുന്നു, അവൻ എന്റെ കോപത്തീയണച്ചു തന്നു. ചെയ്ത കുളക്കരയിലെ രോഗിപ്പോ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. ചേർന്ന് പാടാം. ചെയ്ത കുളക്കരയിലെ രോഗിപ്പോ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. ചെയ്ത ആവർത്തിച്ച് പാടാം, ആവർത്തിച്ച് പാടാം, ആവർത്തിച്ച് പാടി പ്രാർത്ഥിച്ച്, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്ക്. കരങ്ങൾ താഴ്ത്തിയടിച്ച് ഇതാ അനേകം മക്കൾ സൗഖ്യമായി മാറുന്നു. ചേർന്ന് പാട്, ചേർന്ന് പാട്. രോഗസൗഖ്യം നിന്നിലേക്ക് കടന്നു വരട്ടെ. മനസ്സിന്റെ ഭാരങ്ങൾ ഈശോ മാറ്റി അനുഗ്രഹിക്കട്ടെ. മനസ്സിന്റെ ദുഃഖങ്ങൾ ഈശോ മാറ്റി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ, ശക്തിയോടെ ആവർത്തിച്ച് 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 പാട്. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക, വൈകല്ലേ എന്റെ മോചക. സമൂഹത്തെ സമർപ്പിക്കുന്നു. കണ്ണടച്ചു പിടിച്ചോണ്ട് പാടി പ്രാർത്ഥിക്ക്. ഇതാ ദൈവത്തോട് പറ, വൈകാതെ നീ വന്ന് അനുഗ്രഹിക്കട്ടെ. മോചക അവൻ മോചകനായി കടന്നു വരട്ടെ. പാടി പ്രാർത്ഥിക്കേ, പാടി. നിന്റെ മനസ്സിന്റെ ഭാരങ്ങൾ അവൻ എടുത്തു മാറ്റട്ടെ. ശാരീരിക രോഗങ്ങൾ എടുത്തു മാറ്റി അനുഗ്രഹിക്കട്ടെ. എല്ലാം ഒക്കെ ശാന്തമായി, ശാന്തമായി. അവനെ വിളിച്ച് പാട്, അവനെ വിളിച്ച് പാടി പ്രാർത്ഥിക്കേ, അവനെ വിളിച്ച് പാടി പ്രാർത്ഥിക്കേ. ദൈവമേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ വീണ്ടും കരങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് വെച്ച് നീ സ്തുതിച്ച് പാടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കരങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് വെച്ച് എല്ലാ മക്കളും കണ്ണടച്ച് പിടിക്കും. ഓർഗന്റെ താള ലയത്തില് അല്പം കൂടി ശബ്ദമേറ്റ് സ്തുതിച്ച് ഓർഗന്റെ താള ലയത്തെ സ്തുതിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 12ഓളം മക്കൾക്ക് തങ്ങളുടെ കടക്കണിയിൽ നിന്ന് വിടു നൽകിയ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി കൈവേദന അനുഭവിക്കുന്ന LC വത്സ പേര് കർത്താവ് കാണിക്കുന്നു, സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇതാ നീ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യമാകട്ടെ. രാജു ജോബി പേര് കർത്താവ് കാണിക്കുന്നു, ഏതോ അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തെ വരം നൽകി ആ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാബു എന്ന മകൻ തീരുമാനമെടുക്കാൻ വിഷമിച്ചിരിക്കുന്നു. താൻ ചെയ്യുന്ന ജോലി തുടരുമോ വേണ്ടോ എന്ന് നോക്കുന്ന ചിന്തയിലിരിക്കുന്നു. എന്നാൽ ആ ജോലി തുടരാൻ ആ അനുകർത്താവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി നടുവേദന അനുഭവിക്കുന്ന സ്മിത ഷൈനി എന്ന പേര് കർത്താവ് കാണിക്കുന്നു, നടുവേദന സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. കിരൺ ജിൻറ്റ് എന്ന പേര് കർത്താവ് കാണിക്കുന്നു, കഴുത്തുവേദന സൗഖ്യം നൽകി ആ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അല്പം കൂടി ശബ്ദം ഉയർത്തി ശ്രദ്ധിച്ചേ, അല്പം കൂടി ശബ്ദമേറ്റ് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ശ്രദ്ധിക്കുന്നു. അലർജി രോഗമുള്ള 12ഓളം മക്കൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 72ഓളം മക്കൾക്ക് ആഴമായ അനുതാപം നല്ല രീതിയിൽ കുമ്പസാരിക കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിനോ എന്ന മകനെ കർത്താവ് കാണിക്കുന്നു, തന്റെ ബിസിനസിന്റെ ഉയർച്ച നൽകിയ മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തൈറോയ്ഡ് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു സഹോദരി കർത്താവ് കാണിക്കുന്നു, എനിക്ക് ക്യാൻസർ ആണെന്ന് പേടിച്ച മകളിരിക്കുന്നു, ഇനി ക്യാൻസർ അല്ല എന്ന മകളുടെ കർത്താവ് പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏതോ പള്ളിയുമായി അനുബന്ധമായി അസ്വസ്ഥ അനുഭവിക്കുന്ന ഒരു മകനെയും കുടുംബത്തെയും
ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തൊണ്ടയിൽ ക്യാൻസർ ഉള്ള ഒരു മകനെ കർത്താവ് അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തി എന്ന ആൾക്ക് ഉചിതമായ തീരുമാനിക്കാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഉറക്കമില്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കുന്ന 20ഓളം മക്കൾക്ക് ഉറങ്ങാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ക്യാൻസർ രോഗികളെ മക്കളും ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 7ഓളം പേരെ പ്രാർത്ഥന കേട്ട് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 500ഓളം മക്കൾക്ക് വലിയ ആത്മീയ അഭിഷേകം നൽകി സന്തോഷം നൽകി അനുഗ്രഹിക്കുന്നു. 3 ദമ്പതിമാർക്ക് മക്കളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. കേൾവിക്ക് എന്താ അസ്വസ്ഥന സിസ്റ്ററിന് പൂർണ്ണമായി കേൾവി ശക്തി നൽകിയ കർത്താവ് അനുഗ്രഹിക്കുന്നു. ദാമ്പത്യ അവിശ്വസത കഴിയുന്ന 15ഓളം മക്കളെ കർത്താവ് അതിന് പിന്മാറാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൈറോയ്ഡ് അസുഖം 7 പേരെ കർത്താവ് കാണിക്കുന്നു. അത് ഒരു മകളുടെ സിനി എന്ന് കർത്താവ് കാണിക്കുന്നു. സൗഖ്യം നൽകിയ കർത്താവ് അനുഗ്രഹിക്കുന്നു. കാലിന്റെ ആണിരോഗങ്ങൾ 5 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. റോസ് എന്ന മകളുടെ നടുവേദന കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ബൈക്കകപ്പെടുത്തപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരു മകന് ആ ഭയത്ത് പൂർണ്ണ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ബുദ്ധിമാന്യമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരന്തരം കഫക്കെട്ടും തുമ്മലും അനുഭവിക്കുന്ന 11ഓളം മക്കൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഫുട്ബോൾ കളിച്ചപ്പോൾ കാലിന് അസ്വസ്ഥ അനുഭവിച്ച പരിക്കേറ്റ ഒരു മകനെ ഈ നിമിഷം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കർത്താവേ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടിയും മിന്നലിനെ ശക്തമായി ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആ ഭയത്തിൽ നിന്ന് വിട നൽകിയ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ച്, ശ്രദ്ധിച്ച്, പ്രാർത്ഥിച്ച്, ശ്രദ്ധിച്ച്, പ്രാർത്ഥിച്ച്, ശ്രദ്ധിച്ച്, പ്രാർത്ഥിച്ച്, ശ്രദ്ധിച്ച്, പ്രാർത്ഥിച്ച്, ശ്രദ്ധിച്ച്, പ്രാർത്ഥിച്ച്. വീണ്ടും നീ കരം ഹൃദയത്തോ ചേർത്ത് വെച്ചുകൊണ്ട് നന്ദി പറ. എന്നെ കർത്താവ് തൊട്ടു എന്ന് നീ പറ. നീ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ സൗഖ്യം പൂർണ്ണമാകും. ഇനിയും നിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ, നിനക്ക് അനുഭവമായില്ലെങ്കിൽ നീ പ്രാർത്ഥിക്ക്. വരും ദിവസങ്ങളില് കർത്താവ് നിന്നെ തൊടട്ടെ. പ്രിയമുള്ളവരെ, സൗഖ്യം ഇപ്പോൾ മാത്രമല്ല, നീ ഭവനത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ യാത്ര കർത്താവ് സൗഖ്യം തരും. ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു മകൾക്ക് ആ യാത്ര സമയത്ത് തലവേദന എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്ന കർത്താവ് സന്ദേശം തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനത്തിൽ നിന്ന് ധ്യാനത്തെ വിജയത്തോടെ കൊന്തയിൽ നിന്ന് 3 പേരെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്ന കർത്താവ് സന്ദേശം തരുന്നു. അത് ഒരു മകൾക്ക് 1 മണിക്കാണ് സൗഖ്യം തരുന്ന കർത്താവ് സന്ദേശത്തിൽ പറയുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഹല 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 ഹല. അനുഗ്രഹിക്കട്ടെ. ദൈവമേ, ശ്രദ്ധിക്കുന്നു കർത്താവേ, പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹം, നിന്റെ അനുഗ്രഹം ചൊരിയട്ടെ, 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 ചൊരിയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കണ്ണു തുറന്ന് വരും ദിവസത്തെ എല്ലാ ശുശ്രൂഷകളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാളെ നമ്മുടെ വചനം കൂടെ നിറയണം. ഇനി ഇവിടെ നിയോഗങ്ങളെല്ലാം അമ്മയുടെ മധ്യസ്ഥ ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാം. വീണ്ടും പറയുമ്പോഴവരെ നമ്മൾ വചനം കൂടാതെ ഒന്ന് സമർപ്പിക്കാം. എല്ലാ മക്കളും കരങ്ങൾ രണ്ടും ഈശോയ്ക്ക് നീട്ടിപ്പിടിച്ച് പറയും പോലെ ഈ വചനം കൂടാതെ റൗണ്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവാം. നീ സ്വപ്നം കാണണം, ഭാവന കാണണം. ഇന്നും അതിൻ്റെ 10 നാളെ ആളുകൾ വരാൻ മടിയാണോ? വ്യത്യസ്ത കാരണത്താൽ ഭവനത്തിരിക്കുന്ന മക്കളൊക്കെ അവരൊക്കെ ഈശോ കൊണ്ടുവരണം. നീ പ്രാർത്ഥിക്കണം. അവരുടെ ഈശോ കൊണ്ടുവരണം. ദൈവസന്നിധിയിലേക്ക് അവരെ മാടി വിളിക്കത്തക്ക തരത്തിൽ നമ്മുടെ പ്രാർത്ഥന ഉയരണം, ഉയരണം, ഉയരണം. എങ്കിൽ ഈ നിമിഷം പറയുമ്പോഴവരെ ഈ സൈഡിലുള്ള നമ്മൾ ഭാവന കാണാൻ ഈശ്വര പക്കൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സൈഡിലേക്ക് തിരിയണം പറയുമ്പോൾ. അപ്പോൾ ആ സൈഡിലുള്ള സകല മക്കൾ നാളെ വരണം. നേരെ ബാക്കിലേക്ക് തിരിയണം. അപ്പോൾ ആ സൈഡിലുള്ള ഏതൊക്കെ ദേശത്തോ അവർ വരണം. ഈ സൈഡിലേക്ക് കാര്യങ്ങൾ നീട്ടിപ്പിടിക്കണം. അപ്പോൾ 4 സൈഡിൽ നിന്നും ജനങ്ങൾ നാളെ കൂട്ടമായി വരുന്ന ഈ ഭാവന കാണണം. നീ അതിനോട് നിമിത്തമാകണം. ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കണം. ശരിക്ക് കൈയൊന്ന് നീട്ടിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ച് അനുഗ്രഹം ഭാവിച്ച് ഹല്ലേലൂയ. ശക്തിയോടെ 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 ഒന്ന് സ്തുതിച്ച് പ്രൈസ് ദി ലോർഡ്. നീ നേരെ ഈ സൈഡിലേക്ക് തിരിഞ്ഞ് അതുപോലെ തിരിയും.
ആ സൈഡിലെ സകല മക്കളും സകല ദേശക്കാരും നാളെ കടന്നു വരാൻ വേണ്ടി സ്തുതിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവമേ ഈ ദേശത്തെ സകല മക്കൾ നാളെ കടന്നു വരാൻ തക്കത്തിലേക്ക് കൃപ ചൊരിയണമേ, അനുഗ്രഹം ചൊരിയണമേ, ചൊരിയണമേ, ചൊരിയണമേ. നേരെ ബാക്കിലേക്ക് തിരിയെ, നേരെ ബാക്കിലേക്ക് തിരിഞ്ഞ് ആ സൈഡിലുള്ള ആ ദേശത്തുള്ള സകല മക്കളും നാളെ കടന്നു വരാൻ ആഗ്രഹിച്ചു. സ്തുതിക്കേ, സ്തുതിക്കേ, സ്തുതിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ഇടതോട്ട് തിരിയെ, വീണ്ടും ഇടതോട്ട് തിരിയെ. ആ ദേശത്തുള്ള സകല മക്കളും കടന്നു വരട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വീണ്ടും അൽത്താരയ്ക്ക് തിരിയെ, വീണ്ടും അൽത്താരയ്ക്ക് തിരിയെ. കരങ്ങൾ ഹൃദയത്തെ ചേർത്ത് വെക്ക്. വീണ്ടും അൽത്താരയ്ക്ക് തിരിയെ, കരങ്ങൾ ഹൃദയത്തെ ചേർത്ത് വെക്ക്. കണ്ണടച്ച് പിടിക്ക്. നീ പറ, ഈ 4 ദേശത്തെ 4 അതിരുകളെ, ഹൈദരാബാദ്, സെക്കൻഡറാബാദ്, ഏത് ദേശത്തു നിന്നും തീർച്ചയായിട്ടും ഇന്ന് ലൈവായി പോയപ്പോൾ അല്ലെങ്കിൽ ന്യൂസ് കണ്ടപ്പോൾ നാളെ കടന്നു വരണം. ആയിരങ്ങൾ കടന്നു വരണം. അഭിഷേകത്തിന് പുത്തൻ ചൈതന്യം. പ്രത്യേകിച്ച് നാളെ ഒത്തിരി വിടുതലിൻ്റെ മേഖല, കുടുംബത്തിൻ്റെ വിടുതൽ, വ്യക്തിപരമായ വിടുതൽ, പാരമ്പര്യത്തിൻ്റെ വിടുതൽ, പാരമ്പര്യ രോഗത്തിൻ്റെ വിടുതൽ, സൗഖ്യത്തിൻ്റെ വിടുതൽ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. എങ്കിൽ നീ നിമിത്തമായിട്ട് അനേകർ കടന്നു വരാൻ പ്രാർത്ഥിക്കാം, കടന്നു വരാൻ പ്രാർത്ഥിക്കാം. ഇനി കണ്ണു തുറന്ന് എല്ലാവരും എന്ത് ചെയ്യണം? നീ ഇരിക്കുന്ന കസേരയിൽ ഒന്ന് തൊട്. ആ കസേരയിൽ നാളെ ഒരാൾ വേറെ ആൾ കടന്നു വരാൻ വേണ്ടി ഒന്ന് ആ കസേരയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നീ ഭാവന കാണ്, നാളെ ആ കസേര ആൾ വന്നിരിക്കാൻ വേണ്ടി, നീയല്ല വേറെ ആൾ വരാൻ വേണ്ടി, എക്സ്ട്രാ ഒരാൾ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഏതെങ്കിലും എംറ്റി കസേരയുടെ അവിടെയൊക്കെ കടന്നു ചെല്ല്. എല്ലാവരും കസേര തൊടാത്ത കസേര ഒന്ന് പോയി തൊട്. അങ്ങ് ബാക്കിലേക്ക് ചെല്ല്. ഗോ 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 ചെല്ല് ഒന്ന് ചെല്ല്. എല്ലാവരും ആ കസേരയിലൊക്കെ നിങ്ങൾ മൂവ് ചെയ്ത് ഇവിടെ ഒന്ന് ചെല്ല്. ഇവിടെ നിൽക്കുന്ന കന്നുകളിൽ ഒന്ന് അങ്ങോട്ട് ചെന്നേ. ആശ്വാസം അവസാനമുള്ളൂ. 5 മിനിറ്റ് വൈകാനും കുഴപ്പമില്ല. ബാക്കിലേക്ക് ചെല്ല്. തൊടാത്ത കസേര, വൈറ്റ് കസേരയൊക്കെ ഉണ്ട്. ഇവിടെ നിൽക്കുന്നവരൊന്ന് ചെന്ന് എല്ലാവരും ഫ്രണ്ടിൽ നിൽക്കുന്ന സഹോദരിമാരൊന്നങ്ങ് ചെന്ന് തൊടാത്ത കസേര ഒന്ന് പിടിച്ചു നിന്ന്. എല്ലാവരും തൊടാത്ത കസേര ഒരു നിമിഷം പിടിച്ചു നിന്ന് ഒരു ഭാവന കാണ്. നാളെ കസേര ആളോ ഒന്നിരിക്കാൻ വേണ്ടി നിന്റെ കരങ്ങൾ തമ്പുരാന്റെ കരമായി മാറ്റി നീ കരങ്ങൾ നീട്ടിപ്പിടിച്ച ഈശോയിലേക്ക് അനുഗ്രഹം കിട്ടിയില്ലേ എങ്കിൽ ആ കൈകൊണ്ട് ഇവിടെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് ചെന്നേ മക്കളെ. ചെന്നിട്ട് ഓരോ കസേര നിന്നേ. എന്നിട്ട് ഈശോയോട് പറ, നാളെ ഈ കസേര ഒരാൾ വരണം. ഫ്രണ്ടിൽ നിൽക്കുന്ന പെങ്ങന്മാരൊന്ന് ചെന്ന് നോക്കിയേ. നിങ്ങൾ നടന്നോ ചെന്ന് നോക്കി. അപ്പൊ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ഇവിടെ നിൽക്കുന്നവർക്ക് പകുതി അനുഗ്രഹം കിട്ടുള്ളൂ. വേണ്ടി നിങ്ങൾ ചെന്നിട്ടൊന്ന് ഒരു കസേരമേ തൊട്ടൊന്ന് പ്രാർത്ഥിച്ചു, ഒന്ന് തൊട്ടേ. ഇത് വലിയ വിശ്വാസത്തോടെ പറയണം. നിൽക്കുന്നവർ ചെന്ന് ഈ ഭാഗത്ത് അനങ്ങിയിട്ടില്ല ആളുകൾ അവിടെ ബാക്കിൽ ഒത്തിരി വെള്ള കസേരകളുണ്ട്. അവിടെ ചെന്ന് ഓരോരുത്തരും ഒരു കസേരമേ നീ പിടിക്കുക. എല്ലാം കസേര ഒരാളെയും തൊട്ടിരിക്കണം. എന്നിട്ട് അവിടെ നിന്ന് നീ പ്രാർത്ഥിക്കണം, നാളെ ഈ കസേരയിൽ ആൾ വന്നിരിക്കണം, നാളെ ഈ കസേരയിൽ നീ വന്നിരിക്കണം. അപ്പൊ നിനക്ക് പറയാൻ പറ്റും, എൻ്റെ പ്രാർത്ഥനാ സ്വർഗത്തിലേക്ക് വരുന്നപ്പോൾ ഒരാളെങ്കിലും വന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ ഫ്രണ്ടിലേക്ക് വരണ്ട, അവിടെ തന്നെ നിൽക്ക്. എന്നിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും അമ്മയുടെ മധ്യസ്ഥ കൊടുത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥയിൽ പാട്ട് പാടി സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് എല്ലാം തരും. അമ്മ മകൻ്റെ പറഞ്ഞല്ല, നിങ്ങൾ ഓടി വരണ്ട, ഫ്രണ്ടിൽ വരണ്ട, അവിടെ തന്നെ നിന്നുകൊണ്ട് നീ ഭാവന കാണ്. നാളെ നീ നിൽക്കുന്ന കസേര ആൾ വരാൻ വേണ്ടി നീ അവിടെ തന്നെ നിന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് കരങ്ങളടിച്ച് അമ്മയുടെ മധ്യസ്ഥയിൽ പാടി പ്രാർത്ഥിക്കുന്നു. ഇതാ കരങ്ങളടിച്ച് അമ്മയുടെ മധ്യസ്ഥ. നീ കണ്ണടച്ച് പിടിക്കുക. നീ നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന കസേരയെ നാളെ ആൾ കടന്നു വരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു. ഇത് അമ്മയുടെ മധ്യസ്ഥയിൽ എല്ലാം തരുന്ന അമ്മ എനിക്ക് അനുഗ്രഹിക്കും, എന്നെ അനുഗ്രഹിക്കും. അതുപോലെ വചന കൂടാരത്തെ അനുഗ്രഹിക്കാൻ തിരുക്കുവാൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കും. എങ്കിൽ അമ്മയോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കേ. കരങ്ങളടിച്ച് പാടട്ടെ. കരങ്ങളടിച്ച് പാടേ, കണ്ണടച്ച് പിടിച്ച്. ആവേ 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 മരിയ, ആവേ ആവേ. കരങ്ങളടിച്ച് പാട്. ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, കന്യക മേരിയമ്മേ. ആവേ മരിയ, ആവേ മരിയ, കന്യക മേരിയമ്മേ. പഠിക്കേ. ആവേ മരിയ, ആവേ മരിയ, കന്യക മേരിയമ്മേ. ആവേ മരിയ, ആവേ മരിയ, കന്യക മേരിയമ്മേ.
ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ പഠിക്കേ കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെയ കെട്ടിടണേ സാത്താനെ ദൂരെയ കെട്ടിടണേ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ കന്യകമേരിയമ്മേ പഠിക്കേ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്ക്, സ്തുതിച്ച് പാടി പ്രാർത്ഥിക്ക്, ശക്തിയോടെ അമ്മയുടെ മധ്യസ്ഥയിൽ പാടി നീ പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗമൊരുക്കിയ സ്വർണ്ണാലയമേ സൃഷ്ടാവിനാലയമേ പാലിക്കും ദൈവത്തെ പാലൊട്ടി താര പാണിയ പുണ്യതായേ സ്വർഗമൊരുക്കിയ സ്വർണ്ണാലയം സൃഷ്ടാവിനാലയമേ പാലിക്കും ദൈവത്തെ പാലൊട്ടി താര പാണിയ പുണ്യതായേ ആവേ മരിയ കരങ്ങളുയർത്തി വീശ്, കരങ്ങളുയർത്തി രണ്ട് കരങ്ങളിൽ വീശ് പാട് പാട്. ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. പ്രൈസ് ദി ലോർഡ്. എല്ലാ മക്കളും കരങ്ങൾ ദൈവത്തെ ചേർത്ത് വെച്ച് ഇതാ നിന്നെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുക. അനുഗ്രഹം സ്വീകരിച്ച് നീ ഭവനങ്ങളിലേക്ക് പോകണം. അനുഗ്രഹം സ്വീകരിച്ച് ഭവനത്തിലേക്ക് പോകണം. വീണ്ടും ആശീർവാദം കഴിയുമ്പോൾ സാധിക്കുന്ന മക്കൾ 5 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ ജപമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ചെറിയക്കോ പ്രാർത്ഥന പോലെ ഇത് ചുറ്റി പ്രാർത്ഥിക്കാൻ പറ്റും. ആരും നിർബന്ധിക്കുന്നില്ല. ഇനി മുട്ടുകുത്താം. ആശീർവാദം സ്വീകരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഈ ഗ്രൗണ്ട് അമ്മയുടെ മധ്യസ്ഥയിൽ ഈശ്വരവക്കലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. മുട്ടുകുത്താം. കണ്ണ് തുറക്ക്. കരങ്ങൾ രണ്ടും ഈശ്വരക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. അതാ നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ്, നിനക്ക് ശക്തി തരുന്ന കർത്താവ്. ദൈവമേ സ്തുതിക്കുന്നു. ശക്തിയോടെ സ്തുതിക്ക്. നിന്റെ ശബ്ദം ഈ ദൈവം കേൾക്കട്ടെ, സ്വർഗത്തിൽ കേൾക്കട്ടെ, സ്വർഗത്തിലേക്ക് എത്തട്ടെ. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഈ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഈ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാ മക്കളും എഴുന്നേറ്റ് ജപമാല ഉയർത്തിപ്പിടിച്ച് ഇനി പ്രേക്ഷക മക്കളെല്ലാം ലൈനായിട്ട് നിൽക്കണം. ഇന്നലത്തെ പോലെ ഒരു ചെറിയ പ്രാർത്ഥന. അത്യാവശ്യമുള്ള പോകുന്നൊരു ജപമാല ചൊല്ലിയിട്ട് പോകണം. പോകാത്ത ഞങ്ങൾ 5 മിനിറ്റ് എന്ന് വെച്ചാൽ മതി. നമുക്കൊന്ന് ഗ്രൗണ്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രേക്ഷക മക്കളും ലൈനായിട്ട് ഇന്നലെ പ്രാർത്ഥിച്ച പോലെ തന്നെ ലൈനായിട്ട് നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നവർ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നു. നമ്മളൊന്ന് ഗ്രൗണ്ടിനെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കെട്ടുകളും അടിക്കണം. നാളെ ആയിരങ്ങൾ കടന്നു വരണം.
പ്രേക്ഷിതർ വേഗം വന്ന് നിന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? പ്രേക്ഷിതർ വന്ന്, ഗ്രൂപ്പിലുള്ളവരൊക്കെ വന്ന് വരിയോട് ചേർന്ന് റൗണ്ട് ചെയ്യുക. എല്ലാം നമുക്കൊന്ന് ചെന്നേ, നിങ്ങൾ മൂവ് ചെയ്യ്. അവരുടെ ബാക്കിലേക്ക് ചെന്നേ. വണ്ടിയൊന്നും പോകത്തില്ല മക്കളെ, പേടിക്കണ്ട. പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം കിട്ടും. ജപമാല ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച്, ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സൗണ്ടുകാർ എന്നെ കണ്ടിട്ട് പോകണമെന്ന് ഓർപ്പിക്കുന്നു. യേശുവേ സംരക്ഷിക്കുന്ന കർത്താവേ, കോട്ട കെട്ടി സംരക്ഷിക്കുന്ന ദൈവമേ, ഒരു തിന്മയും ഇവിടേക്ക് കടന്നു വരാതിരിക്കട്ടെ. നാളെ അനേകർ ഇവിടേക്ക് വരട്ടെ ദൈവമേ. ഇവിടെ ഈ കസേര എല്ലാം നിറഞ്ഞു കവിയട്ടെ കർത്താവേ. ഇവിടേക്ക് കാലുകുത്തുന്ന എല്ലാവർക്കും രോഗശാന്തി ഉണ്ടാകട്ടെ, അഭിഷേകം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ദൈവമേ നന്ദി, 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 നന്ദി. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ തേരു തെളിക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ നിന്ന് തറയ്ക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ നിന്ന് തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. തീരാ ദുഃഖങ്ങൾ നീങ്ങിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. സാത്താന്റെ സൈന്യം സംഭീതരാകും അമ്മേ നിന്റെ ദിവ്യപുത്രൻ വരുമ്പോ. സാത്താന്റെ സൈന്യം സംഭീതരാകും അമ്മേ നിന്റെ ദിവ്യപുത്രൻ വരുമ്പോ. ദുഷ്ടം വിക്കും കീണികൾ പൊട്ടി പൊട്ടി തകരും. മുന്നിൽ പോകുന്നവർ സാവധാനത്തിൽ പോകുക. ചെറിയ ഗർഭപാത്രം മുന്നിൽ നയിക്കുന്നവർ സാവധാനത്തിൽ പോകുക, ഓടിപ്പോകല്ലേ, സാവധാനത്തിൽ പ്രാർത്ഥിച്ചു പോകുക. മിന്നലോളി വിശുമ്പോ നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് ഇത്തിരി സ്ലോ ആവാം. നമ്മൾ ജയിക്കും. മുന്നിൽ പോകുന്നവരും വളരെ സാവധാനത്തിൽ പോകുക, ഓടിപ്പോകാതെ. രാഹുൽ തായുടെ പ്രേക്ഷിതരെ ഇത്തിരി സ്ലോ ആവാം, ഇത്തിരി സ്ലോ ആവാം. രാഹുൽ താ പ്രേക്ഷിതരെ സ്ലോയില് ആരാധിക്കുമ്പോ മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ. എല്ലാവരും വരി ജോയിന്റ് ആയിട്ട് പയ്യെ പയ്യെ വരാം. ജപമാല കയ്യിലെടുത്ത മക്കളെ, ജപമാല കയ്യിലെടുത്ത് ഉയർത്തി പിടിക്കേ. പരിശുദ്ധ അമ്മയ്ക്ക് വലിയ ശക്തിയുണ്ട്. നരകസർപ്പത്തിന്റെ തല തകർത്തവളാ അമ്മേ. നിന്റെ മക്കളിതാ ജെറിക്കോ കോട്ട ഇതാ കെട്ടി പ്രാർത്ഥിക്കുക ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ചോ മാതാവിനെ ചൊല്ലി. ഹല്ലേലൂയ. ക്രൂശിൻ മുൻപിൽ തല കുനിക്കും. പാതാളക്കേണികൾ പാപത്തിൻ വഴികൾ മിന്നും ക്രൂശിൻ മുൻപിൽ തല കുനിക്കും. അന്ധകാര കുഴിയും അന്തരീക്ഷ ശക്തിയും അമ്മേ നിന്റെ പാദങ്ങളിൽ അമരും. ദൈവമേ നിന്റെ ശുശ്രൂഷകരാകാൻ വിളിയുള്ളവരായി വരുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പാദങ്ങളിൽ അമരും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ ആമേൻ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊത്ത് ആരാധിക്കുമ്പോൾ. തീരാ ദുഃഖങ്ങൾ നീങ്ങിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ.
തീരാ ദുഃഖങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. യേശുവേ, 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 യേശുവേ. സാത്താന്റെ സൈന്യം സംബീതരാകും അമ്മേ നിന്റെ ദിവ്യപുത്രൻ വരുമ്പോ. സാത്താന്റെ സൈന്യം സംബീതരാകും അമ്മേ നിന്റെ ദിവ്യപുത്രൻ വരുമ്പോ. ദുഷ്ടം വയ്ക്കും കിണികൾ പൊട്ടി പൊട്ടി തകരും അമ്മേ നിന്റെ മിന്നലൊളി വീശുമ്പോ. ദുഷ്ടം വയ്ക്കും കിണികൾ പൊട്ടി പൊട്ടി തകരും അമ്മേ നിന്റെ മിന്നലൊളി വീശുമ്പോ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, സാത്താന്റെ ശക്തികൾ നിർവീര്യമാകട്ടെ, പിശാചിന്റെ കോട്ടകൾ തകരട്ടെ. ആരാധിക്കുമ്പോൾ സാത്താന്റെ കോട്ടകൾ തകരട്ടെ. മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ. തീരാ ദുഃഖങ്ങൾ നീങ്ങിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. തീരാ ദുഃഖങ്ങൾ നീങ്ങിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ.